അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന സഹാബാക്കൾ നിരന്നിരിക്കുകയാ. ജീവിതത്തിൽ വിജയിക്കാനുള്ള ഉത്തമ ഉപദേശത്തിൽ ഒന്നാമത്തെ ഉപദേശം അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇദാ ഖുംത ഫീ സ്വലാതിക ഫസല്ലി സ്വലാത മുബദ്ദിഈ. പൊന്നുമോനെ, അല്ലാഹുവിന്റെ മുമ്പിൽ കൈകെട്ടി നിൽക്കുമ്പോ, കാസർഗോഡ് ജില്ലക്കാരാ, ചിറ്റാരിൽ ഒരുമിച്ച് കൂടിയ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ മുന്നിൽ കൈകെട്ടി നിൽക്കുമ്പോ എങ്ങനാണ് നമസ്കരിക്കേണ്ടതെന്നറിയോ? എങ്ങനാണ് കൈകെട്ടി നിൽക്കേണ്ടതെന്നറിയോ? ആ ഉപദേശമാണ് അല്ലാഹുവിന്റെ റസൂൽ ആദ്യമായി കൊടുത്തത്. എങ്ങനാണ് സഹോദരങ്ങളെ ഇതുവരെ നിസ്കരിച്ചത്? എങ്ങനാ നമ്മുടെ മുന്നോറുകളെ നിസ്കരിക്കാൻ പഠിപ്പിച്ചത്? എങ്ങനാണ് മുത്തുനബി നിസ്കരിച്ച് കാണിച്ചു തന്നത്? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, നീ റബ്ബിന്റെ മുന്നിൽ കൈകെട്ടി നിൽക്കുമ്പോ ഫസല്ലി സ്വലാത മുബദ്ദിഈ, അവസാനത്തെ നമസ്കാരം നിസ്കരിക്കുന്നത് എങ്ങനാണോ, ഇത് തന്റെ ജീവിതത്തിന്റെ ഏറ്റവും അവസാനത്തെ നിസ്കാരമാ. നാളെ സുബഹി നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പള്ളിയിൽ വരുമ്പോ, നാളെ സുബഹി നമസ്കരിക്കാൻ വേണ്ടിയിട്ട് പള്ളിയിൽ വരുമ്പോ, ചെറുപ്പക്കാരാ, കൈകെട്ടി നിൽക്കുമ്പോ നിന്റെ മനസ്സിൽ വരേണ്ട ചിന്ത എന്താണെന്നറിയോ? അല്ലാഹുവേ, ഈ സുബഹി നമസ്കാരം തന്റെ അവസാനത്തെ നമസ്കാരമാ. ഇനി ലോഹറിന് നിസ്കരിക്കാൻ പറ്റൂല. ഇനി ഈ ലോകത്ത് വെച്ച് അല്ലാഹ്ക്ക് സുജൂദ് ചെയ്യാൻ കഴിയൂല. എന്തുകൊണ്ടെന്നറിയോ? ഈ ലോഹറിന് ബാങ്ക് കൊടുക്കുമ്പോ ഞാൻ പള്ളിപ്പറമ്പിലെ 6 അടി മണ്ണിനടിയിലാ. പള്ളിപ്പറമ്പിലെ ശ്മശാനത്തിലെ 6 അടി മണ്ണിനടിയിലാണ് ഞാനുള്ളത്. എന്തുകൊണ്ടാണ്? ഞാൻ മരണപ്പെട്ടു പോകും. ഇത് തന്റെ അവസാനത്തെ നമസ്കാരമാണ്. ഈ ഒരു ചിന്തയോടെ നിസ്കരിക്കൂ ചെറുപ്പക്കാരാ. ഇങ്ങനെ ഒരു ചിന്തയോടെ നിസ്കരിക്കണ്ട പെങ്ങളെ. അതാണ് റസൂലുള്ള സഹാബിക്ക് കൊടുത്ത ഒന്നാമത്തെ ഉപദേശം. എന്തുകൊണ്ടാണ് സഹോദര? ആരുടെ മുന്നിലാണ് കൈകെട്ടി നിൽക്കുന്നത്? ഈ നാഷണൽ ഹൈവേയിലൂടെ 2 വീലർ ഓടിച്ചു പോകുന്നവനാ. ആ സമയത്താണ് ഹെൽമറ്റ് വെച്ചില്ല. അപ്പോഴാണ് പെട്ടെന്നൊരു അറിയിപ്പ് വന്നത്. കാഞ്ഞങ്ങാട് ടൗണില് പിണറായി വിജയന്റെ പോലീസ് നിൽക്കുകയാ. ആ സമയത്ത് പെട്ടെന്ന് പോലീസുകാരനെ കാണുമ്പോ അവന്റെ മുമ്പിൽ തലതുറഞ്ഞു നിൽക്കാൻ, അവന്റെ മുന്നിൽ ഓച്ചാനിച്ചിരിക്കാൻ പേടിച്ചുകൊണ്ട് പെട്ടെന്ന് റൂട്ട് മാറ്റി വിടില്ല ചെറുപ്പക്കാരാ. 4 വീലർ ഓടിച്ചു പോകുന്ന പൊന്നുമോനെ, സീറ്റ് ബെൽറ്റ് ധരിക്കാത്തതിന്റെ പേരിൽ വഴിയരികില് പോലീസ് നിൽക്കുന്നെന്ന് ആ അറിയിപ്പ് കിട്ടിയ ആ ഒരു ചിന്ത നിന്റെ മനസ്സിൽ വന്നാൽ എല്ലാ അർത്ഥത്തിലും നീ ഭയന്ന് പോവുകയാ. ചുരുങ്ങിയ 2-3 കിലോമീറ്ററിന്റെ ഉള്ളിലുള്ള അധികാര സ്ഥാനം വഹിക്കുന്ന നിയമപാലകന്റെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോ നിനക്ക് വല്ലാത്ത പേടിയാണെങ്കിൽ എന്റെ പൊന്നു ചെറുപ്പക്കാരാ, കൈകെട്ടി നിൽക്കുമ്പോ നീ ആരുടെ മുന്നിലാടാ നിൽക്കുന്നത്? ലോകം മുഴുവനും സൃഷ്ടിച്ച അവസാന സംഹരിക്കുന്ന സർവേശ്വരനായ, സർവാദിനാഥനായ, സർവഗുണ സമ്പൂർണനായ, സർവലോക സൃഷ്ടിസ്ഥിതി സംഹാരകർത്താവായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മുമ്പിൽ കൈകെട്ടി നിൽക്കുമ്പോ, അത് നിന്റെ വീട്ടിലാകട്ടെ, അത് നിന്റെ പള്ളിയിലാകട്ടെ, അത് എവിടെയായിരുന്നാലേ കൈകെട്ടി നിൽക്കുമ്പോ അത് പടച്ചവന്റെ മുന്നിലാണ് നിൽക്കുന്നതെന്ന ബോധം വന്ന, അല്ലാഹുവിന്റെ മുമ്പിലാണ് കൈകെട്ടി നിൽക്കുന്നതെന്ന ചിന്ത വന്ന ചെറുപ്പക്കാരാ, നിനക്ക് ചിന്ത വരേണ്ടത് ഇത് തന്റെ അവസാനത്തെ നിസ്കാരമാ. ഇനി നിനക്കൊരു നിസ്കാരം ദുനിയാവിനില്ല എന്ന ബോധത്തോടെ കൈകെട്ടി നിസ്കരിക്കണമെന്ന് 1400 വർഷങ്ങൾക്ക് മുമ്പ് കാരുണ്യത്തിന്റെ തിരുദൂതര് മദീനയുടെ മണവാളൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ സഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ജീവിത വിജയത്തിന്, ഉന്നതമായ ജീവിത വിജയത്തിന് ഉത്തമമായ ഉപദേശത്തിന്റെ ഒന്നാമത്തെ ഉപദേശമാണ് കൈകെട്ടി നിൽക്കുമ്പോ അല്ലാഹുവിന്റെ മുന്നിലാ നിൽക്കുന്നത്. ഇനി ഒരു നിസ്കാരം ദുനിയാവിൽ നിനക്കില്ല എന്ന ബോധത്തോടുകൂടി നിസ്കരിക്കണമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. ഒന്നാമത്തെ ഉപദേശം, കൈകെട്ടി നിൽക്കുമ്പോൾ ഇത് റബ്ബിന്റെ മുന്നിലാണ് നിൽക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ആരുടെ മുന്നിലാ കൈകെട്ടി നിൽക്കുന്നത്? പഠിപ്പിച്ച ഉസ്താദിന്റെ മുന്നിൽ ചെല്ലുമ്പോ, പഠിപ്പിച്ച അധ്യാപകന്റെ മുന്നിൽ ചെല്ലുമ്പോൾ, കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിന്റെ ഉപ്പാന്റെ മുന്നിൽ ചെല്ലുമ്പോ, നിനക്ക് ജന്മം നൽകിയ നിന്റെ പിതാവിന്റെ മുന്നിൽ ചെല്ലുമ്പോ,
നീ എത്ര അച്ചടക്കത്തോടു കൂടിയാ നിൽക്കുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയൂല. നിന്റെ വാപ്പ നിന്റെ ഉപ്പ നിന്നോട് സംസാരിക്കുമ്പോ കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ ഉപ്പ അല്ലെങ്കിൽ പെണ്ണിന്റെ വല്യപ്പ അല്ലെങ്കിൽ പെണ്ണിന്റെ കാരണോര് നിന്നോട് വിളിച്ചൊരു കാര്യം പറയുമ്പോ അടുത്ത് നിൽക്കുന്നവനെ നോക്കൂല, അശ്രദ്ധനായി നിൽക്കൂല, അലസനായി നിൽക്കൂല. ആ പറയുന്നത് മുഴുവനും അദ്ദേഹത്തിന്റെ ചുണ്ടിലേക്ക്, നിന്റെ കണ്ണുകൾ രണ്ടും അദ്ദേഹത്തിന്റെ ചുണ്ടിലേക്ക് ഇങ്ങനെ ത്രസിച്ച് നിന്ന് എല്ലാം നീ കേട്ടുകൊണ്ട് നിൽക്കും. പക്ഷെ അള്ളാന്റെ മുന്നിൽ നിൽക്കുമ്പോഴോ അപ്പുറത്ത് നിൽക്കുന്നവന്റെ മൊബൈലിൽ നോക്കുക, ഇപ്പുറത്ത് നിൽക്കുന്നവന്റെ പോക്കറ്റിൽ നോക്കുക, മുമ്പിൽ നിൽക്കുന്നവന്റെ പാന്റിന്റെ വള്ളിയിൽ നോക്കുക, പറ്റുമെങ്കിൽ റുക്കൂ ചെയ്യുമ്പോ കുനിഞ്ഞ് പുറകെ നിൽക്കുന്നവന്റെ തലയിൽ നോക്കുക. ഇങ്ങനെ നിസ്കരിക്കുമ്പോ ഒരു സൂക്ഷ്മതയും ഇല്ലാതെ നിസ്കരിക്കുന്ന നമസ്കാരക്കാരന്റെ നിസ്കാരം അള്ളാഹ് എന്തിനാ പടച്ചോന്? അള്ളാഹ്ക്ക് നമ്മൾ ആരും നിസ്കരിച്ചില്ലെങ്കിലും അവൻ ഖനിയാണ്, അവൻ ഉന്നതനാണ്, അവന് നമ്മുടെ നിസ്കാരത്തിന്റെ ആവശ്യമൊന്നുമില്ല, നമ്മളെ നോമ്പിന്റെ ആവശ്യം അള്ളാഹ്ക്കില്ല. അതുകൊണ്ട് നമ്മൾ കൈകെട്ട് നിൽക്കുമ്പോ എന്തു വേണം? ഇത് തന്റെ നിസ്കാരത്തിന്റെ അവസാനത്തെ നമസ്കാരമാണ്, ഇനി ഈ ലോകത്ത് നിസ്കരിക്കാൻ പറ്റൂല. അങ്ങനെ ഒന്ന് ചിന്തിച്ചിട്ട് നിസ്കരിച്ചു നോക്ക്, അള്ളാഹു സാക്ഷി, നമ്മുടെ നിസ്കാരത്തിന് മാറ്റം ഉണ്ടാവും, നമ്മുടെ നിസ്കാരം ഫലപ്രദമാകും. അള്ളാഹു അതിനെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതിനെന്താ വേണ്ടത്? ഞാനൊരു നിസ്കാരക്കാരന്റെ നിസ്കാരം നിങ്ങൾക്ക് പറഞ്ഞു തരാം. അദ്ദേഹത്തിന്റെ നമസ്കാരം എങ്ങനെയായിരുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുക. നമ്മുടെ നിസ്കാരം എങ്ങനെയാണ്, അവരുടെ നിസ്കാരം എങ്ങനെയാണ്? വേറെ ആരുടേതുമല്ല, മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, മഹാനായ സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ പൊന്നുമോളില്ലേ അസ്മാ റളിയല്ലാഹു അൻഹാ, ആയിഷ ബീവി എന്ന പൊന്നാര നബി തങ്ങളുടെ പ്രിയ പത്നി ഉണ്ടല്ലോ, ആയിഷ ബീവിയുടെ സഹോദരിയാണ് അസ്മാ. അസ്മാ എന്ന മഹരിയെ കല്യാണം കഴിച്ചത് സുബൈർ റളിയല്ലാഹു അൻഹു. സ്വർഗ്ഗം കൊണ്ട് സുവിശേഷം അറിയിക്കപ്പെട്ട സഹാബാക്കളിൽ ഒരാളാ സുബൈർ റളിയല്ലാഹു തആല അൻഹു. അസ്മാ ബീവിയെ കല്യാണം കഴിക്കുകയാ. അവർക്ക് രണ്ടുപേർക്കും ഒരു പൊന്നുമോന് ജനിച്ചു. ആ പൊന്നുമോന്റെ പേരെന്തെന്നറിയോ? ഉർവ എന്ന. ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു തആല അൻഹു. ഈ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹുവിന് ഒരു പൊന്നുമോനുണ്ട്, പേര് മുഹമ്മദ് എന്ന. ആരാണ് ഉർവത്ത് ബിൻ സുബൈർ എന്നറിയോ? ആരാണ് ഉർവത്ത് ബിൻ സുബൈർ എന്നറിയോ? അസ്മാ റളിയല്ലാഹു അൻഹയുടെയും അതുപോലെ മഹാനായ സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെയും പൊന്നുമോനാ. ഈ ഉർവത്ത് ബിൻ സുബൈറിനെ പറ്റിയിട്ട് കിതാബുകളിൽ കാണാൻ കഴിയുന്നത് ഖായിമൻ ബില്ലൈലി സ്വായിമൻ ബിന്നഹാർ, പാതിരാത്രി മുഴുവനും നിന്ന് നമസ്കരിക്കുന്ന മനുഷ്യരാ. പാതിരാത്രി ഉറങ്ങാറില്ല, പാതിരാത്രി ഒരു പോള കണ്ണടക്കൂല. രാത്രിയിൽ എല്ലാവരും കോർക്കം വലിച്ചുറങ്ങുമ്പോ നേരം വെളുക്കുന്നത് വരെ നമസ്കാരമാ. രാത്രി കാലങ്ങളിൽ മുഴുവൻ എഴുന്നേറ്റ് അല്ലാഹുവിന്റെ മുമ്പിൽ കൈകെട്ടി നിന്നുകൊണ്ട് എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോ, എല്ലാവരും ഉറക്കത്തിലേക്ക് വഴുതി വീഴുമ്പോ അല്ലാഹുവിന്റെ മുന്നിൽ കൈകെട്ടി നിന്നുകൊണ്ട് പടച്ചവനോട് വിധേയപ്പെടുന്ന, അല്ലാഹുമായി ബന്ധമുറപ്പിച്ച ഒരു മനുഷ്യനാണ് ഉർവത്ത് ബിൻ സുബൈർ. രണ്ടാമതോ സായിമൻ ബിന്നഹാർ, പകല് മുഴുവനും നോമ്പ് പിടിക്കുന്ന മനുഷ്യരാ. ഒരു ദിവസം പോലും വിടില്ല, പകല് മുഴുവനും അല്ലാഹ്ക്ക് വേണ്ടി പട്ടിണി കിടക്കുന്ന മനുഷ്യരാ. കാന യഖ്തിമുൽ ഖുർആന ഫീ 4 ലയാൽ, 4 രാത്രികൾ കൂടുമ്പോ, 4 പകലുകൾ കൂടുമ്പോൾ, 4 ദിവസം കൂടുമ്പോ അദ്ദേഹം വിശുദ്ധ ഖുർആൻ ഖതമോദി തീർക്കുന്ന മനുഷ്യനാ. കാസർഗോഡുകാരാ, 4 കൊല്ലം കൊണ്ട് നിനക്ക് ഖുർആൻ ഓതാ കഴിഞ്ഞിട്ടുണ്ടോ? 4 കൊല്ലം കൊണ്ട് ഖത്തം തീർക്കുമോ? 40 കൊല്ലം കൊണ്ട് ഖത്തം തീർത്തിട്ടുണ്ടോ? സഹോദരങ്ങളെ, മഹാനായ ഉർവത്ത് ബിൻ സുബൈർ തങ്ങള് 4 രാത്രിയാകുമ്പോഴേക്ക് ഒരു ഖത്തം തീർക്കുന്ന മനുഷ്യനാ. രാത്രി മുഴുവനും നിന്ന് നമസ്കാരം, പകല് മുഴുവനും നോമ്പ് പിടിച്ചിട്ട് രാത്രികാലങ്ങളിൽ അല്ലാഹുവിന് വേണ്ടി നിസ്കരിക്കുന്നതോടൊപ്പം നോമ്പ് പിടിക്കുന്ന പകലുകളിൽ ഖുർആൻ ഓതിയിട്ട് 4 ദിവസം കൊണ്ട് ഒരു ഖത്തം തീർക്കുന്ന മഹാനാണ് മഹാനായ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു. ഡമാസ്കസ് ഭരിച്ചുകൊണ്ടിരുന്ന വലീദ് ബിൻ അബ്ദുൽ മലിക്കിനെ കാണാൻ പോവുകയാ. ഏതോ ഒരു ആവശ്യത്തിന് വേണ്ടി ഡമാസ്കസിലേക്ക് പോവുകയാ. വലീദ് ബിൻ അബ്ദുൽ മലിക് എന്ന് പറയുന്ന രാജാവിനെ കാണാൻ പോവുകയാ. കൂടെ ആരെയാ കൂട്ടിയത്? ഒറ്റയ്ക്ക് പോകല്ലല്ലോ, ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പാടില്ലല്ലോ. കൂടെ ഒരാൾ ഉണ്ടാകേണ്ടത് നബിചര്യയാണ്. അള്ളാന്റെ റസൂലിന്റെ ചര്യ മുറുകെ പിടിക്കുന്ന ഉർവയില്ലേ, തന്റെ പൊന്നുമോന് മുഹമ്മദിനെ കൂടെ കൂട്ടുകയാ. അങ്ങനെ പൊന്നുമോന് മുഹമ്മദ് മുത്ത് ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു പോവുകയാണ് ഡമാസ്കസിലേക്ക്.
സഹോദരങ്ങളെ സഹോദരിമാരെ ചിന്തിക്കണേ. അങ്ങനെ ഡമാസ്കസിലേക്ക് പോകുമ്പോ മഹാനായ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ കാലിൽ രോഗം പിടിപെടുകയാ. അദ്ദേഹത്തിന്റെ വലത്തെ കാലിൽ രോഗം പിടിപെട്ടു. ആ രോഗത്തിന്റെ പേരെന്താണെന്നറിയോ? ആ രോഗത്തിന്റെ പേര് ആക്കിലറ്റം എന്നാണ്. ആക്കിലറ്റം എന്ന് പറയുന്ന രോഗം പിടിപെടുകയാ. എന്താണ് ആക്കിലറ്റം എന്നറിയോ? ആക്കിലത്തിന് ഇംഗ്ലീഷിൽ പറയുന്ന ഒരു പേരുണ്ട്. അത് ക്യാൻസർ എന്നാണ്. സഹോദരങ്ങളെ മലയാളത്തിൽ അർബുദമെന്നാ പറയുക. ആ ആക്കിലറ്റം എന്ന് പറയുന്ന രോഗം പിടിപെട്ടു. സഹോദരങ്ങളെ ആക്കിലറ്റം എന്ന് പറഞ്ഞാൽ കാർന്ന് തിന്നുന്നതെന്നാണ്. ക്യാൻസർ എന്ന് പറയുന്ന ഇംഗ്ലീഷ് പദം എങ്ങനാവുന്നത്? ക്യാൻസർ എന്ന് പറയുന്ന ഇംഗ്ലീഷ് പദം എങ്ങനാവുന്നത്? ക്രാബ് എന്ന് പറയുന്ന ഞണ്ടെന്നർത്ഥം വരുന്ന വാക്കിൽ നിന്നാണ് ക്യാൻസർ എന്ന പദം എടുത്തതത്രേ. ക്രാബ് എന്ന് പറഞ്ഞാൽ ഞണ്ട്, അതിൽ നിന്നാണ് ക്യാൻസർ എന്ന പദം വന്നതത്രേ. അറബിയിൽ അതിനെ സർത്താന എന്ന് പറയാറുണ്ട്. ഏതോ ആയിക്കോട്ടെ, ഉർവത്ത് ബിൻ സുബൈർ തങ്ങൾക്ക് ആക്കിലറ്റം എന്ന രോഗം വരികയാ. അങ്ങനെ കാലിൽ ക്യാൻസർ വന്നു. സുബ്ഹാനല്ലാഹ്. മഹാനായ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു തആല അൻഹുവിന് രോഗം വന്നപ്പോ വഴിയിൽ വെച്ച് ഡോക്ടർമാരെ കണ്ടു. അദ്ദേഹത്തിന്റെ കൂടെ മുഹമ്മദ് എന്ന പൊന്നുമോന് മാത്രമല്ലേ ഉള്ളൂ. കാലിൽ രോഗം പിടിപെട്ടപ്പോ അസഹ്യമായ വേദന കൊണ്ട് സഹിക്കാൻ കഴിയാതെ ഒരു ചുവട് പോലും മുന്നോട്ട് വെക്കാൻ കഴിയാത്ത സാഹചര്യം വന്നപ്പോ ഉർവത്ത് റളിയല്ലാഹു തആല ഡോക്ടർമാരെ കാണിച്ചപ്പോ ആ വിശുദ്ധന്മാര് വൈദ്യന്മാര് പറഞ്ഞതെന്തെന്നറിയോ? ഈ കാലിൽ വന്ന രോഗം മാറ്റാൻ കഴിയൂല. അതുകൊണ്ട് കാലിന്റെ പത്തി അങ്ങ് മുറിച്ചു കളയല. കാലിന്റെ പത്തി അങ്ങ് മുറിച്ചു കളയല. സഹോദരങ്ങളെ പരശുറാമിലൊന്ന് കയറി നോക്കണം. രാവിലെ കാസർഗോഡ് നിന്ന് പോകുന്ന പരശുറാമിലൊന്ന് കയറി നോക്കുക. പരശുറാം എക്സ്പ്രസ് തിരുവനന്തപുരത്തെത്തുമ്പോ ആ എക്സ്പ്രസിലേക്ക് കയറുന്ന എത്രയോ കാസർഗോഡുള്ള മുസ്ലിം സഹോദരങ്ങളുണ്ട്. തലയിലൂടെ തുണി ചുറ്റിയിട്ട്, മുഖത്തോടെ തുണി ചുറ്റിയിട്ട്, മൂക്കിലെല്ലാം മാസ്ക് ധരിച്ചിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ വല്ലാതെ വേദനിക്കുന്ന ശരീരത്തോടെ വാഹനം കയറുന്ന എത്രയോ സഹോദരങ്ങളെ കണ്ടിട്ടുണ്ട്. ഇന്ന് സഹോദര ക്യാൻസർ പടർന്നു പിടിക്കുകയല്ലേ? ഇന്ന് മനുഷ്യനെ പടർന്നു പിടിക്കുന്ന രോഗം ക്യാൻസർ അല്ലേ? 10 പേരെ എടുത്താ 8 പേർക്കും ഇന്ന് ക്യാൻസറാ. അല്ലാഹു നമ്മളെ കാക്കട്ടെ, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. സഹോദരങ്ങളെ RCCിലെന്ന് പോയാലറിയാ, കുഞ്ഞുങ്ങൾ പോലും വേദന കൊണ്ട് തല ചുമരിട്ട് അടിച്ചടിച്ച് ഒന്ന് കിടക്കാനും ഇരിക്കാനും നിൽക്കാനും കഴിയാത്ത അവസ്ഥയിൽ പാവപ്പെട്ട പൊന്നുമക്കൾ പോലും വേദനിക്കുന്ന എത്രയോ കാഴ്ചകളാ കാസർഗോഡ് ജില്ലയിലുള്ള എത്രയോ പേരെ ഞാൻ തിരുവനന്തപുരത്ത് വെച്ച് കണ്ടിട്ടുണ്ട്. ഈ സദസ്സിലിരിക്കുന്ന എത്രയോ ആളുകൾക്ക് ആ രോഗമുണ്ട്. അല്ലാഹു നമ്മളെ കാക്കട്ടെ, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ പറയണേ സഹോദര. ഒരു ശത്രുവിന് പോലും ആ രോഗം വരല്ലേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നവരാ. ശത്രുക്കൾക്ക് പോലും ആ രോഗം വരല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നവരാ. എന്തുകൊണ്ടെന്നറിയോ? ആ രോഗം വന്നാ പിന്നെ രക്ഷയില്ല. ആ രോഗം വന്നാ വല്ലാത്ത അവസ്ഥയാ. അങ്ങനെ ഉർവത്ത് ബിൻ സുബൈർ തങ്ങളെ രോഗം വന്നപ്പോ ഡോക്ടർമാര് പറഞ്ഞു കാലിന്റെ പത്തി മുറിച്ചു മാറ്റണമെന്ന്. ആ സമയത്താണ് ഉർവത്ത് ബിൻ സുബൈർ തങ്ങൾ പറഞ്ഞു, ഇല്ല, കാല് മുറിക്കാൻ ഞാൻ അനുവദിക്കില്ല. എനിക്ക് അവയവങ്ങൾ തന്ന അല്ലാഹുവാണ്. പടച്ചവൻ എനിക്ക് അമാനത്തായി തന്ന അവയവം ഞാൻ മുറിച്ചു മാറ്റാൻ അനുവദിക്കില്ല. വേണമെങ്കിൽ അല്ലാഹു ആ രോഗം മാറ്റിത്തരട്ടെ. അതല്ലെങ്കിൽ രോഗം മാറാതെ എന്റെ കാല് പുഴുത്തങ്ങ് അടർന്നു പോട്ടെ, എന്നാലും എന്റെ കാല് മുറിക്കാൻ ഞാൻ അനുവദിക്കൂല. സഹോദരങ്ങളെ, ഉർവത്ത് ബിൻ സുബൈറിന്റെ കാലിന്റെ മുറിവ്, ആ കാലിന്റെ കണ്ണം കാല് കടിഞ്ഞു, കാലിന്റെ തണ്ടം കാല് കടിഞ്ഞ് മുട്ടിലേക്ക് വ്യാപിക്കാൻ തുടങ്ങി. ആ സമയത്താണ് ഡോക്ടർമാർ വിളിച്ചിട്ട് പറഞ്ഞു, അല്ലയോ ഉർവത്ത്, നിങ്ങളുടെ രോഗം ഇങ്ങനെ കാലിലെ മുട്ടിൽ വരെ എത്തിയിരിക്കുകയാ. ആ കാലിന്റെ മുട്ടുവച്ച് മുറിച്ചു കളഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ ജീവന് ഭീഷണിയാ, നിങ്ങളുടെ ജീവന് ഭീഷണിയാ. ആ സമയത്താണ് ഉർവത്ത് ബിൻ സുബൈർ പറഞ്ഞത്, അങ്ങനെ എന്റെ ജീവന് ഭീഷണിയാണ് എന്റെ കാലെങ്കിൽ എന്റെ കാല് മുറിച്ചു മാറ്റൂ. കാരണം എന്റെ ജീവൻ അപകടത്തിലായ, ഞാൻ മരണപ്പെട്ടു പോയാ പിന്നെ എന്റെ അല്ലാഹ്ക്ക് ദിക്ർ ചൊല്ലാൻ കഴിയൂലല്ലോ.
എന്റെ പടച്ചവനെ തസ്ബീഹ് ചൊല്ലാ, എന്റെ അല്ലാഹുവിനെ സ്തുതികീർത്തനങ്ങൾ പറയാ, എന്റെ വിശുദ്ധ ഖുർആൻ നെഞ്ചോടൊന്ന് ചേർത്തും ഉറക്കെ ഓരാ, എന്റെ ഹബീബിന്റെ പേരിലൊന്ന് സ്വലാത്ത് ചൊല്ലാ, എന്റെ ഹബീബിന്റെ പേരിലൊന്ന് സ്വലാത്ത് ചൊല്ലാ. എനിക്ക് മുബാറക്കായ ദിക്റുകൾ ചൊല്ലി എന്റെ റബ്ബിലേക്ക് അങ്ങ് അലിഞ്ഞു ചേരാ എനിക്ക് കഴിയില്ലല്ലോ. ഞാൻ മരണപ്പെട്ടു പോയാൽ എന്റെ അമലുകൾ അങ്ങ് മുറിഞ്ഞു പോകുമല്ലോ. അതുകൊണ്ട് പോരാ, നിങ്ങൾ കാല് മുറിക്കൂ എന്ന് പറഞ്ഞപ്പോ ഡോക്ടർമാർ അടുത്ത നിമിഷം പറഞ്ഞിരുന്നെന്നറിയോ, ഇന്നത്തെ പോലെ അനസ്തേഷ്യയില്ല, ഇന്നത്തെ പോലെ മയക്ക് ഡോക്ടർമാരില്ല, ഇന്നത്തെ പോലെ സംവിധാനങ്ങൾ ഒന്നുമില്ലാത്ത ആ കാലഘട്ടത്തില് ഉർവത്ത് ബിൻ സുബൈറിനോട് ഡോക്ടർമാർ പറഞ്ഞിരുന്നെന്നറിയോ, നിങ്ങളുടെ കാല് പച്ചക്കാണ് മുറിച്ചു മാറ്റേണ്ടത്. ശരീരത്തിൽ നിന്ന് പച്ചയായ കാല് മുറിച്ചു മാറ്റുമ്പോൾ നിങ്ങൾക്ക് വേദന സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഞങ്ങളുടെ ചികിത്സാ രീതി നിങ്ങളോട് പറയാ, ഞങ്ങൾ ചികിത്സിക്കുന്ന രീതി നിങ്ങളോട് പറയാ, അത് നിങ്ങൾ സ്വീകരിച്ചാൽ നമുക്ക് ഉടനെ തന്നെ മുറിച്ചു മാറ്റാം. എന്താ നിങ്ങളുടെ ചികിത്സാ രീതി എന്ന് ചോദിച്ചപ്പോ ഉർവത്ത് ബിൻ സുബൈറിനോട് ഡോക്ടർമാർ പറഞ്ഞു, ഒരു ഗ്ലാസ് മദ്യം നിങ്ങൾ കുടിക്കുക, ഒരു ഗ്ലാസ് കള്ള് കുടിക്കുക. കള്ള് കുടിക്കുമ്പോൾ മദ്യപിക്കുമ്പോൾ മദം വരും, മദ്യപിക്കുമ്പോൾ മസ്തിഷ്കത്തിന് മദം വരും. ആ സമയത്ത് നിങ്ങൾക്ക് വേദന അറിയില്ല. ആ സമയത്തെ കാല് ഞങ്ങൾ മുറിച്ചു മാറ്റാമെന്ന് പറഞ്ഞപ്പോ ഉർവത്ത് ബിൻ സുബൈറിന്റെ മുഖമങ്ങ് വിവരണമാവുകയാ. ഉർവത്ത് ബിൻ സുബൈർ തങ്ങൾ ചാടി എഴുന്നേൽക്കുകയാ. എന്നിട്ട് ഡോക്ടറോട് പറഞ്ഞു, എന്റെ പടച്ചവനെ നിഷിദ്ധമാക്കിയ പാനീയം കുടിച്ചുകൊണ്ട്, എന്റെ അല്ലാഹു ഹറാമാക്കിയ ഒരു പാനീയം കുടിച്ചുകൊണ്ട് എനിക്ക് രോഗം മാറണ്ട, എന്റെ രോഗം എനിക്ക് മാറ്റണ്ട. നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ കാല് മുറിച്ചു മാറ്റണമെങ്കിൽ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ, അതുപോലെ നിങ്ങൾ ചെയ്യുമെങ്കിൽ എന്റെ കാല് മുറിച്ചോ, ഇല്ലെങ്കിലോ വേണ്ട. എന്താ കാര്യമെന്ന് ചോദിച്ചപ്പോ ഉർവത്ത് ബിൻ സുബൈർ തങ്ങൾ പറയുകയാണ്, ഇരാ സ്വല്ലൈതു വസബ്ബഹതു ബിആയാതില്ലാ ഫഖതഉ റിജ്ലി. ഞാൻ വുളു ചെയ്ത് 2 റക്അത്ത് നിസ്കരിക്കാം. അങ്ങനെ ഞാൻ കൈകെട്ടുമ്പോ വസബ്ബഹതു ബിആയാതില്ലാ, എന്റെ അല്ലാഹുവിന്റെ ഖുർആനിന്റെ ആയാത്തുകളിലേക്ക് ഞാൻ അങ്ങ് ഇഴുകി ചേരുമ്പോ, ഞാൻ ഖുർആനിന്റെ ആയാത്തുകളുമായി അല്ലാഹുവിന്റെ ഖുർആൻ ഓതി അവനിലേക്ക് ഞാൻ അങ്ങ് ലയിച്ചു ചേരുമ്പോ, ഞാൻ നമസ്കാരത്തിന് കൈകെട്ടി കഴിഞ്ഞാൽ പിന്നെ ലോകവുമായി ഒരു ബന്ധവും വരില്ല. എന്റെ ഹൃദയത്തിൽ എന്റെ പടച്ചവനാണ്, എന്റെ ഹൃദയത്തിൽ എന്റെ പടച്ചവനാ. എന്റെ അകതാരിന്റെ അകക്കാമ്പിൽ ആണിക്കല്ലിട്ട് അനുരാഗം ആരോടുള്ള സ്നേഹമാണോ ഞാൻ ഉറപ്പിക്കുന്നത്, അത് എന്നെ പടച്ച എന്റെ പടച്ചവനാണ്, എന്റെ അല്ലാഹുവാണ്. അതുകൊണ്ട് ഞാൻ എന്റെ പടച്ചവന് വേണ്ടി നമസ്കരിക്കാം. ആ സമയത്ത് നിങ്ങള് എന്റെ കാല് മുറിക്കണേന്ന് പറഞ്ഞു. അദ്ദേഹം കൈകെട്ടി നമസ്കരിക്കുകയാ. സഹോദരങ്ങളെ, കൈകെട്ടിയതിനു ശേഷം ആളുകൾ വന്ന് തൊട്ടു നോക്കി അനക്കമില്ല, ആളുകൾ വന്ന് കുട്ടി നോക്കി ചലനമില്ല. ആ സമയത്ത് അള്ളാന്റെ ഖുർആൻ ഓതിക്കൊണ്ട് നിൽക്കുന്ന മഹാനായ ഉർവത്ത് ബിൻ സുബൈറിന്റെ കാലങ്ങ് മുറിച്ചു മാറ്റുകയാ. കാലങ്ങ് മുറിച്ചു മാറ്റി സലാം വീട്ടിയിട്ട് ചോദിച്ചു, കാല് മുറിച്ചില്ലേ? മുറിച്ചു. നോക്കുമ്പോൾ നയാഗ്ര പോലെ ഒഴുകുകയാ. അദ്ദേഹത്തിന്റെ കാലിന്റെ മുട്ടിൽ നിന്ന് രക്തച്ചാലിട്ടൊഴുകുകയാണ്. ആ സമയത്ത് ഡോക്ടർമാര് പറഞ്ഞു, ഉർവത്തേ, ഇവിടത്തെ ചികിത്സാ രീതി ബ്ലഡ് നിൽക്കണമെങ്കിൽ, ആ ബ്ലീഡിംഗ് അവസാനിക്കണമെങ്കിൽ തിളച്ച എണ്ണയിൽ ആ കാല് മുക്കണം. തിളച്ച എണ്ണയിൽ കാല് മുക്കിയാലേ ബ്ലീഡിംഗ് നിൽക്കൂ. സഹോദരാ, എന്റെ സഹോദരി, അദ്ദേഹം പറഞ്ഞു, ധൈര്യമായിട്ട് മുക്കിക്കൊള്ളുക. അങ്ങനെ തിളച്ച എണ്ണയിൽ ഉർവത്ത് ബിൻ സുബൈർ തങ്ങളുടെ കാലങ്ങ് പിടിച്ചു മുക്കുകയാ. ഉർവർ റളിയല്ലാഹു അൻഹുവിന്റെ ബോധമങ്ങ് പോയി. അല്ലാഹുവേ, കാല് മുറിച്ചപ്പോ എന്തുകൊണ്ടാ വേദനിക്കാത്തത്? കാല് മുറിച്ചപ്പോ എന്തുകൊണ്ടാ ബോധം കെടാത്തത്? അദ്ദേഹം അല്ലാഹുവിന്റെ ആയാത്തുകളിലേക്ക് അങ്ങ് ഇഴുകി ചേർന്നിട്ട് പടച്ചവനുമായിട്ട്
അള്ളാഹുമായിട്ടങ്ങ് ലഭിച്ചു ചേർന്നിട്ട് അള്ളാഹുമായിട്ടങ്ങ് ഇണങ്ങി ചേർന്നിട്ട് അള്ളാഹുവോടുള്ള സ്നേഹത്തിന്റെ പ്രേമത്തിന്റെ ഇഷ്കിന്റെ ഹുബിന്റെ ആ ലഹരിയിൽ അങ്ങ് ലയിച്ചു ചേർന്നപ്പോൾ ആ മനുഷ്യന് ലോകത്ത് നടക്കുന്ന ഒന്നും അറിഞ്ഞില്ല, ശരീരത്തിൽ നിന്ന് കാല് നീക്കം ചെയ്യുന്നത് അറിഞ്ഞില്ല. സലാം വീട്ടിയിട്ട് ആ കാല് പിടിച്ച് തിളച്ച എണ്ണയിലെന്ന് മുക്കിയപ്പോ വേദന അറിഞ്ഞിട്ട് ബോധം കിട്ടുപോയെങ്കിലോ എന്റെ ചെറുപ്പക്കാരാ, ചിറ്റാരിൽ ഒരുമിച്ച് കൂടിയ പ്രിയപ്പെട്ട ചെറുപ്പക്കാരിയെ, നമസ്കാരത്തിൽ ഒരു കൊതുക് കടിച്ചാ പോലും നമ്മൾ അറിയുന്നു. എന്തുകൊണ്ടാ? നമ്മുടെ നമസ്കാരം റസൂലുള്ള പറഞ്ഞ നിസ്കാരമായിട്ടില്ല. അതുകൊണ്ട് ഇരു വീട്ടിലും ഖൈറിന്റെ അഹ്ലുകാരിൽ പെടണോ, ജീവിതത്തിന്റെ ഉന്നതമായ വിജയം കരകരമാക്കണോ, അതിന് ഉത്തമ ഉപദേശങ്ങളിൽ ഒന്നാമത്തെ ഉപദേശം, നീ നിസ്കരിക്കുമ്പോൾ ഇത് അവസാനത്തെ നിസ്കാരമാണെന്ന ബോധത്തോടെ നിസ്കരിക്കുക. ലോകവുമായൊരു ബന്ധം ഉണ്ടാകരുത്. നമ്മളെ സെൻട്രൽ ചിത്താരിയിൽ നിസ്കരിക്കാൻ വേണ്ടി വന്നപ്പോ രണ്ട് ചെറുപ്പക്കാര് ഒളിച്ചു നിന്നിട്ട് നമ്മളെ ആക്രമിക്കാൻ വേണ്ടി വന്നു. സുജൂദിലേക്ക് വീണപ്പോൾ കമ്പ് കൊണ്ടുവന്ന് തലയിലടിച്ചു. പള്ളിക്കകത്ത് കിടന്ന് വേദന കൊണ്ട് പൊളഞ്ഞു. എന്നാൽ എന്റെ സഹോദരങ്ങളെ, പള്ളിയിലേക്ക് വരുന്ന സമയത്ത് രണ്ട് ചെറുപ്പക്കാര് കമ്പും കൊണ്ട് നിൽക്കുന്നത് കണ്ടപ്പോ യവൻ പറഞ്ഞു, നിങ്ങൾ അടിച്ചോ, കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഞാൻ നിസ്കരിക്കുമ്പോ നിങ്ങൾ അടിച്ചോളെ, ഞാൻ നിസ്കരിക്കുമ്പോ നിങ്ങൾ അടിച്ചോളെ, അല്ലാതെ അടിക്കരുത്. ഈ പറഞ്ഞ യവൻ കൈകെട്ടി കഴിഞ്ഞാൽ പിന്നെ അവന്റെ മനസ്സുള്ള ചിന്ത എന്തായിരിക്കും? പറയും. കൈകെട്ടി ഒളിച്ചീന്ന് അടിച്ചു, വേറെ ഒരു ചിന്തയില്ല. അടി കിട്ടുന്ന സമയം മുതൽ പിന്നെ അത് അങ്ങോട്ട് വേദനയേ ഉള്ളൂ. അതേസമയം കയറിയപ്പോ അടുത്ത് നിൽക്കുന്നവരോട് പറഞ്ഞു, നിങ്ങൾ അടിച്ചോ, പക്ഷേ ഞാൻ കൈകെട്ടുമ്പോ അടിച്ചോ എന്ന് പറഞ്ഞാൽ ആ സമയം മുതൽ അടി കിട്ടുന്ന സമയം വരെ ചിന്ത ഇതാണ്, അടി വന്നില്ലല്ലോ, ഇപ്പൊ വരുമായിരിക്കും, ഇപ്പൊ കിട്ടുമായിരിക്കും, ആ ഒരു ചിന്തയാണ്. അവിടെയാണ് ഉർവത്ത് ബിൻ സുബൈറിനെ നമ്മൾ നോക്കിക്കാണേണ്ടത്. ആരെങ്കിലും ഒളിച്ചു നിന്ന് കാല് മുറിച്ചതല്ല. അവിടെ കൂടിയ ഡോക്ടർമാര് ഒരുമിച്ച് നിന്ന് മുഷാവറ നടത്തി അവരൊരു മീറ്റിംഗ് കൂടി തീരുമാനിച്ച് ഇയാൾ നിസ്കരിക്കട്ടെ, അപ്പോഴും മുറിക്കാം എന്ന് പറഞ്ഞതല്ല. എങ്കിൽ നമുക്ക് സമ്മതിക്കാം, അദ്ദേഹത്തിന്റെ ആ ഒരു ഭയഭക്തിയുടെ കാഠിന്യത കൊണ്ട് അദ്ദേഹത്തിന്റെ കാല് മുറിച്ചതറിഞ്ഞില്ല. പക്ഷേ കാര്യം അങ്ങനെ അല്ലല്ലോ. ഞാൻ നിസ്കരിക്കും, നിങ്ങൾ കാല് മുറിച്ചോളി. അത്രയും വലിയ ഭയഭക്തി നിസ്കാരത്തിൽ വരുന്നത് നമ്മുടെ മുൻഗാമികളുടെ. ഇത് ഒരാളുടെ കഥയല്ല, ഇത് പലതിൽ ചിലതാണ് എന്റെ പ്രിയപ്പെട്ടവരെ. എത്ര അനുഭവങ്ങളിൽ ഒന്നാണ് ഈ അനുഭവം എന്ന് പറയുന്നത്. അല്ലാതെ ഒരിക്കലും നമ്മുടെ നമസ്കാരത്തെ നമുക്ക് അതിൻ്റെതായ രീതിയിൽ നിസ്കാരത്തിൽ കൈകെട്ടി നിൽക്കുമ്പോ ഒരു കൊതുക് ഒന്ന് കുത്തി നോക്കട്ടെ, അപ്പോഴേ നമ്മൾ ഇങ്ങനെ അടിക്കും, നമ്മൾ ചൊറിയും. ഇതല്ലേ നമ്മൾ ചെയ്യുന്നത്? നിസ്കാരത്തിന് വേണ്ടി കൈകെട്ടി നിൽക്കുമ്പോ കറണ്ട് പോയാൽ, കാസർഗോഡ് ജില്ലയിൽ വന്ന കറണ്ട് എപ്പോഴും പോകും അല്ലേ? എപ്പോഴും കറണ്ട് പോകുന്ന സ്ഥലമാണ് കാസർഗോഡ് ജില്ല. പകല് തീരെ കറണ്ട് ഇല്ല, രാത്രി കറണ്ട് വരും, വന്നാൽ തന്നെ 5 മിനിറ്റ് ഇടയിട്ട് പോകും. എന്റെ സഹോദരങ്ങളെ, കറണ്ട് പോകുന്ന സമയത്ത് ഫാനിന്റെ ചുവട്ടിൽ നിന്ന ഒരു മനുഷ്യൻ നിസ്കാരത്തിന് വേണ്ടി കൈകെട്ടിയപ്പോ ഫാൻ കറണ്ടങ്ങ് പോയി. പിന്നെ അവന് എന്തായി? ബട്ടൺ സൂരലായി, കയറ്റി വെക്കലായി, ഇടയ്ക്കിടയ്ക്ക് കൈകൊണ്ട് വീശലായി. നിസ്കരിക്കാൻ പറ്റില്ല. 4 റക്അത്ത് നിസ്കരിക്കാൻ 4 മിനിറ്റ് മതി. അതുപോലും അവന് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. ഉർവത്ത് ബിൻ സുബൈർ തങ്ങളെ പോലുള്ള നമ്മുടെ മുന്നോറുകളുടെ ചരിത്രങ്ങൾ അതാണ്. മഹാന്മാരായി നമ്മുടെ മുന്നോറുകൾ, പൂർവ്വസൂരികൾ, അവരൊക്കെ വലിയ ആദരിക്കപ്പെടുന്നത് അതുകൊണ്ടാണ്. നമ്മളെ പോലെയല്ല. അള്ളാഹു നമ്മുടെ നിസ്കാരമൊക്കെ ആ ഒരു നിസ്കാരത്തിന്റെ കോലത്തിൽ അള്ളാഹു ആക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. നിസ്കാരമില്ലാത്തവന് നരകം, നിസ്കാരമുള്ളവന് സ്വർഗം. ഇതാണ് നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്ന ഒരു തെറ്റായ ധാരണ. നിസ്കാരം സ്വർഗം ആർക്കാ? ആ നിസ്കാരമുള്ളവൻ. നരകം ആർക്കാ? അത് നിസ്കരിക്കാത്തവന്. ഇതിൽ നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്നത്. എന്നാൽ അത് അബദ്ധമാണ്, അത് തെറ്റായ ധാരണയാണ്. അങ്ങനെയല്ല. സ്വർഗമാർക്ക്? അത് നിസ്കരിക്കുന്നവനാണ്. നരകമാർക്ക്? നിസ്കരിക്കുന്നവനാണ്. നിസ്കരിക്കുന്നവന് നരകവും കിട്ടും, നിസ്കരിക്കുന്നവന് സ്വർഗവും കിട്ടും. നമ്മൾ ഏത് തരത്തിലുള്ള നിസ്കാരമാകണം? നിങ്ങൾ വിഷമിക്കാനൊന്നും വേണ്ട, ഞാൻ ആയത്ത് തന്നെ പറഞ്ഞുതരാം. ആയത്ത് നിങ്ങൾക്ക് ഞാൻ ഓതിത്തരാം. നമസ്കാരത്തിലൂടെ നമുക്ക് സ്വർഗം കിട്ടണം, നമസ്കാരത്തിലൂടെ നരകം കിട്ടരുത്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നരകം കിട്ടുന്ന നിസ്കാരം ഞാൻ പിന്നെ പറയാം. ആദ്യം സ്വർഗം കിട്ടുന്ന നിസ്കാരം എങ്ങനെയാന്ന് കേട്ടോളി. ഇങ്ങനെയാണ് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ,
സ്വർഗം ലഭിക്കുന്ന നമസ്കാരം എങ്ങനെയെന്നറിയോ? വിശുദ്ധമായ ഖുർആൻ എടുത്ത് പരിശോധിച്ചാൽ സൂറത്തുൽ മുഅ്മിനൂൻ എന്ന് പറയുന്ന അധ്യായത്തിലൂടെ പടച്ചതമ്പുരാനെ പഠിപ്പിക്കുകയാ. ആർക്കാണ് സ്വർഗം കിട്ടുന്നതെന്നറിയോ? ആർക്കാണ് സ്വർഗം ലഭിക്കുന്നതെന്നറിയോ? നമസ്കാരത്തിന് 2 വട്ടം പറഞ്ഞുകൊണ്ട് 6 കാര്യങ്ങൾ പറഞ്ഞപ്പോ അതിൽ 1-ാമതും 6-ാമതും നമസ്കാരത്തെ പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ ഖുർആൻ സൂറത്തുൽ മുഅ്മിനൂൻ സംസാരിക്കുകയാ. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. കൈകെട്ടുന്ന സമയത്ത്, നമസ്കാരത്തിന് വേണ്ടി കൈകെട്ടുന്ന സമയം മുതൽ സലാം വീട്ടുന്ന സമയം വരെ വേറെ ഒരു ചിന്തകളെ കടന്നു വരാതെ അള്ളാഹുമായിട്ടുള്ള ബന്ധമൂട്ടി ഉറപ്പിക്കുന്ന ഒരു മനുഷ്യൻ അള്ളാഹു കൊടുക്കുന്നത് സ്വർഗമാണ്. അവന് കൈകെട്ടി നിൽക്കുമ്പോ സലാം വീട്ടുന്നത് വരെ അവന് വേറെ ചിന്തകളൊന്നുമില്ല. അവന്റെ രാഷ്ട്രീയ പാർട്ടിയുടെ, സംഘടനയുടെ, അവന്റെ കുടുംബത്തിന്റെ, വ്യക്തി ജീവിതത്തിന്റെ, കച്ചവടത്തിന്റെ, അവന്റെ തൊഴിലിന്റെ, അവന്റെ ഏതെങ്കിലും ഒരു ദുനിയാവിന്റെ ചിന്തകളൊന്നും അവനെ കടന്നു വരില്ല. അവന്റെ മനസ്സ് മുഴുവനോ പടച്ചവനാ, അവന്റെ ഹൃദയത്തിൽ നിറച്ച് അല്ലാഹുവാ. അങ്ങനെ ഒരു നമസ്കാരം നിർവഹിക്കുന്നവന് സ്വർഗം കൊടുക്കുമെന്ന. 2-ാമത് അല്ലാഹ് പറഞ്ഞതെന്തെന്നറിയോ? വല്ലദീനഹും അലാ സ്വലവാതിഹിം യുഹാഫിളൂൻ. അത് നമസ്കാരത്തിന് മുമ്പുള്ള കാര്യമാണ് അല്ലാഹ് പറഞ്ഞത്. ളുഹർ നമസ്കാരത്തിനെ സൂക്ഷിക്കുന്നവനാ, അത് അസറിലേക്ക് മാറ്റൂല. അസർ നിസ്കാരത്തിനെ സൂക്ഷിക്കുന്നവനാണ്, അത് മഗ്രിബിലേക്ക് മാറ്റൂല. ഓരോ വഖ്തുകൾ അല്ലാഹു നമുക്ക് തന്നത് അത് അതാത് സമയത്ത് നിസ്കരിക്കാനാണ്. ളുഹറെടുത്ത് അസറിലേക്ക് മാറ്റാൻ പെങ്ങളെ നിനക്കാരാ അനുവാദം തന്നത്? നീ കറങ്ങാൻ പോകുമ്പോ, നീ സഞ്ചരിക്കുന്ന പാതയിൽ നിസ്കരിക്കാൻ നിനക്ക് കഴിയില്ല എന്ന ബാലിശമായ ന്യായം നിരത്തിയിട്ട് നീ ആശുപത്രിയിൽ പോകുമ്പോ, നീ കല്യാണത്തിന് പോകുമ്പോ, നീ ഷോപ്പിങ്ങിന് പോകുമ്പോ, അതുപോലെ നീ എവിടെ പോയാലും നിനക്ക് നിസ്കാരം നഷ്ടപ്പെട്ടു, മറ്റടുത്ത വഖത്തിലേക്ക് കലാവിട്ട ഈ ഒരു ചിന്തയല്ല ചെറുപ്പക്കാരാ, ഈ ഒരു ചിന്തയല്ല പെങ്ങളെ നിനക്ക് വരുന്നത്. അത് പാടില്ല, പാടില്ല. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്ന നമസ്കാരത്തെ സൂക്ഷിക്കുന്നവനാണ് എന്ന് പറഞ്ഞാൽ കൃത്യസമയത്ത് നിസ്കരിക്കുന്നവനാ, ഇശാഇന്റെ സമയത്ത് ഇശാ നിസ്കരിക്കുന്നവനാ. നമ്മളൊക്കെ നന്ദിയില്ലാത്തവരല്ലേ? ളുഹർ നിസ്കാരം ഇപ്പൊ സൗകര്യമില്ല, അസർ കിടക്കയിലെ കലാവിട്ടാം, അസറിന് പറ്റിയില്ല, മഗ്രിബ് കിടക്കയിലെ കലാവിട്ടാം. എന്നാ നീ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നിരുന്നു, ഇപ്പൊ സമയമില്ല, ലഞ്ചിനോടൊപ്പം ആക്കാം. അതും സമയമില്ല, എന്നാ പിന്നെ ഡിന്നറിനോടൊപ്പം ആക്കാം. അതറിഞ്ഞ് ചിന്തിക്കും. അപ്പൊ ഇങ്ങോട്ട് കിട്ടുന്നതൊക്കെ വാരി വെട്ടി വിഴുങ്ങിക്കൊള്ളണം, അങ്ങോട്ട് നിസ്കരിക്കുന്നതൊക്കെ അള്ളാഹ്ക്ക് വേണ്ടി പെൻഡിങ്ങിൽ വെച്ചോളണം. ഇതാ നമ്മുടെ സ്വഭാവം. ഇങ്ങോട്ട് വളരെ കൃത്യമായി കിട്ടിക്കൊണ്ടിരിക്കണം, അങ്ങോട്ടുള്ളത് അല്പം പെൻഡിങ് ആയാലും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ നിസ്കാരം ഒന്ന് അള്ളാഹ്ക്ക് വേണ്ട സഹോദരങ്ങളെ. പടച്ചോൻ എത്രയോ നല്ല ആളുകളുണ്ട്, ജീവൻ കൊടുത്തവരുണ്ട്, സമയം കൊടുത്തവരുണ്ട്, സമ്പത്ത് കൊടുത്തവരുണ്ട്. എന്തിനേറെ തന്റെ ശരീരം വെട്ടി പീസാക്കപ്പെട്ട് രക്തം ചാലിട്ടൊഴുകുമ്പോഴും അല്ലാഹുവേ എനിക്ക് നീ മതി എന്ന് പറഞ്ഞ് ശരീരം റബ്ബിന് വേണ്ടി കൊടുത്ത ധീരരക്തസാക്ഷികൾ അല്ലാഹുവിന്റെ അടിമകളാണ്. പക്ഷേ നമുക്ക് അഞ്ച് വഖത്ത് നിസ്കാരത്തിന്റെ ടൈം അല്ലാഹ് കൊടുക്കാൻ നമുക്ക് കഴിയുന്നില്ല. നമ്മൾ അപ്പോഴും പെൻഡിങ്ങിൽ വെക്കുകയാണ്. പടച്ചോ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അപ്പോ നമസ്കാരത്തിന്റെ സമയം സൂക്ഷിച്ച് കൈകെട്ടിക്കഴിഞ്ഞാൽ നിസ്കാരത്തിൽ ഭയഭക്തി ഉണ്ടാകുന്നവൻ അല്ലാഹ് കൊടുക്കുന്ന സ്വർഗമാണ്. ഉലൈക ഹുമുൽ വാരിസൂൻ അല്ലദീന യരിസൂനൽ ഫിർദൗസ ഹും ഫീഹാ ഖാലിദൂൻ. അവൻ അല്ലാഹു ഫിർദൗസ് എന്ന സ്വർഗം കൊടുക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ. ഇനി എന്നാ നിസ്കരിക്കുന്നവർക്ക് നരകം കിട്ടും, അതാർക്കെന്നറിയോ? നിസ്കാരക്കാർക്ക് നരകം കിട്ടും. അതാർക്കാ? അല്ലാഹു തന്നെ പറഞ്ഞല്ലോ, ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ അല്ലദീന ഹും യുറാഊൻ. 2 കാര്യം സൂക്ഷിക്കണേ സഹോദരാ. അല്ലാഹു നരകം കൊടുക്കുന്നത് ആർക്കെന്നറിയോ? ഫവൈലുന നരകമാർക്കം അറിയോ? സർവനാശമാർക്കം അറിയോ? ലിൽ മുസല്ലീൻ, അത് നിസ്കരിക്കുന്നവന് തന്നെയാ. എങ്ങനത്തെ നിസ്കാരക്കാരാണ്? അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ,
അവന് സമയത്തെ അശ്രദ്ധനായി നടക്കുന്നവനാ. ലോഹറിന് ബാങ്ക് വിളിക്കുമ്പോൾ ഫുട്ബോൾ കളി കാണുകയാ, അതല്ലെങ്കിൽ കളിക്കാൻ ഓടുകയാ. രാത്രിയാണ് ഫുട്ബോൾ കളി നടക്കുന്നത്. രാത്രി 11 മണിക്ക് തുടങ്ങിയാൽ പിറ്റന്ന് 11 മണി വരെ ഫുട്ബോൾ കളിയാ. ഇതിനിടയിൽ സുബഹിന് ബാങ്ക് വിളിക്കുമ്പോൾ പൊന്നുമോനെ നീ കേൾക്കുന്നില്ല, നീ അറിഞ്ഞില്ല, നീ കേട്ടില്ല. ആ സമയം നീ നെട്ടപ്പെടുത്തി കഴിഞ്ഞാൽ നീ പെട്ടെന്ന് വന്ന ലോഹറിന് ബാങ്ക് കൊടുത്തപ്പോ സുബഹിയൂടി കലാ വീട്ടിയെങ്കിലും നിനക്കാ നിസ്കാരം കൊണ്ട് അള്ളാഹു തരുന്നൊരു നരകം തന്നെയാണ്. രണ്ടാമതോ അല്ലദീനഹും യുറാഊ, ഹൃദയത്തിലെ ഭയഭക്തിയില്ലാതെ ആരെയെങ്കിലും കാണിക്കാൻ വേണ്ടി നിസ്കരിക്കുന്ന നിസ്കാരമാണ്. അവന് കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ ഉപ്പ പള്ളിക്കകത്ത് നിൽക്കുകയാ. തന്റെ മോളെ കെട്ടുന്ന പുതിയ ആപ്പള നല്ല നിസ്കാരക്കാരനാണെന്നറിയട്ടെ. അതുകൊണ്ട് 2 റക്അത്ത് നമസ്കരിക്കുമ്പോൾ ഒരുപാട് ഓതി ഒരുപാട് ദിക്ർ ചൊല്ലിയിട്ട് മിനിറ്റുകളോളം നീണ്ടു നിൽക്കുന്ന നിസ്കാരം നിർവഹിക്കുന്ന ചെറുപ്പക്കാരാ, ആ നിസ്കാരം കൊണ്ട് അല്ലാഹു നിനക്ക് തരുന്ന സ്വർഗമല്ല മോനെ, കത്തിക്കാളുന്ന ഭീകരമായ ബീഭത്സമായ കഠിനമായ കഠോരമായ നരകമാണെന്ന് വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്ക് നിസ്കരിക്കാം. എങ്ങനെ നിസ്കരിക്കാം? ഫസല്ലി സ്വലാത മുവദ്ദി, അവസാനത്തെ നിസ്കാരക്കാരനെ പോലെ ഇനി തനിക്ക് നിസ്കാരമില്ല. ഇത് ഒടുക്കത്തെ നിസ്കാരമാ, ഇത് തന്റെ ജീവിതത്തിൽ അവസാനത്തെ നിസ്കാരമാ എന്ന് പറഞ്ഞ് നിസ്കരിക്കുന്നവനെ പോലെ നിസ്കരിക്കണേ പൊന്നുമോനെ എന്ന് ലോകത്തിന്റെ നായകന 14 മുമ്പ് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമുക്കത് ഉൾക്കൊള്ളാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കാസർഗോഡുകാർ പണ്ട് കൈ ഇങ്ങനെ പിടിക്കുമായിരുന്നു. ഇപ്പോ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ പ്രസംഗം കേട്ട് അല്ലാത്ത നാടുകളിലൊക്കെ ഇത് പൊക്കാതിരിക്കുന്നപ്പോ നമ്മൾ കരുതി പടച്ചോനെ അതൊക്കെ ഒരു എന്താ ഇത് ഒരു പഴഞ്ചനായി പോയി എന്ന് നിങ്ങൾ കരുതി പോയോ? ഞാന് ഇവിടെ ഒരുപാട് വേദികളിൽ പറഞ്ഞിട്ടുണ്ട്. ഞാനിത് ആദ്യമായിട്ട് കാണുന്നത് മാണിക്കോത്ത് ഉറൂസിൽ വരുമ്പോഴാണ്. എന്തു പറഞ്ഞാലും 2 കൈ ഉയർത്തിയിട്ട് ആമീൻ പറയും. ആ സംസ്കാരമൊക്കെ പോയോ? എല്ലാം പോയല്ലേ. വയല് കൂടിയാലും പ്രശ്നമാണ്. അള്ളാഹു എന്തായാലും നമുക്ക് മരിക്കുന്നത് വരെ അവന്റെ ശരീഅത്തനുസരിച്ച് ജീവിക്കാൻ, അവൻ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ജീവിച്ച് അവൻ ഇഷ്ടപ്പെടുന്ന അവസ്ഥയിൽ നമുക്ക് നമ്മുടെ ജീവിതം സമർപ്പിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് നമസ്കാരം എന്തായാലും നമ്മൾ നിസ്കരിക്കണം. അത് ഭയഭക്തിയോട് കൂടിയിട്ട് വേറെ ചിന്തകൾ മുഴുവനും വിട്ടിട്ട് നമ്മൾ നിസ്കരിക്കുക. അള്ളാഹുദിന് ഭാഗ്യം തരട്ടെ. അതിന് എന്താണ് ഒരു എളുപ്പ വഴി എന്ന് ചോദിച്ചാൽ അതിനൊരു വഴി ഞാൻ പറഞ്ഞു തരാം. 1 മണിക്കൂറായല്ലേ? 1 മണിക്കൂറായി ആയല്ലോ. 10 മണിയായില്ലേ? 9 മണിക്ക് തുടങ്ങി 10 മണിയായി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിനൊരു വഴി പറഞ്ഞു തരാം. എന്നിട്ട് 2ാമത്തെ ഉപദേശത്തിലേക്ക് പോകാം. ഞാൻ ഈ പറയുന്ന രീതിയിൽ നാളെ സുബഹിക്ക് നിങ്ങൾ നിസ്കരിക്കും. ഇൻഷാ അല്ലാഹ് നമ്മുടെ നിസ്കാരം വലിയൊരു മാറ്റം ഉണ്ടാവും. അള്ളാഹു നമുക്ക് അങ്ങനെ നിസ്കരിക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എളുപ്പമുള്ളൊരു മാർഗം പറഞ്ഞുതരാം. മഹാനായ ഹാത്തമുൽ അസ്സം റളിയല്ലാഹു തആല അൻഹു. ആരാണ് ഹാത്തമുൽ അസ്സം? ഹാത്തമുൽ അസ്സം എന്ന് പറഞ്ഞാൽ ആ പേരിന്റെ അർത്ഥം ചെവിട് കേട്ടുകൂടാത്ത ഹാത്തം എന്നാണ്. ഇവിടെ എന്താണ് പറയുന്നത്? ചെവിട് കേട്ടുകൂടാത്ത എന്താ പറയുന്നത്? പൊട്ടന. ചെകിട് കേട്ടുകൂടാത്ത ആളെന്താ പറയാ? പൊട്ടൻ. അള്ളാഹു മാപ്പ് തരട്ടെ, പടച്ചോൻ പുറത്തു തരട്ടെ. അങ്ങനെ നമുക്ക് പറഞ്ഞുകൂടാ. ഹാത്തമുൽ അസം എന്ന് പറഞ്ഞ പൊട്ടനായ ഹാത്തം എന്നാണ്. അങ്ങനെ പറഞ്ഞുകൂടാ നമുക്ക്. അതതിന് വേറൊരു പേരുണ്ട്, ഹാത്തമുൽ അഅമ, അന്ധനായ ഹാത്തം. അപ്പൊ അന്ധതയും ഈ ബധിരതയും ഈ മൂകതയും ഉള്ളവരെയാണ് സാധാരണ പൊട്ടൻ എന്ന് വിളിക്കുക. ഹാത്തമുൽ അസം റളിയല്ലാഹു അൻഹുവിന് നന്നായി ചെകിടും കേൾക്കാം, നന്നായി കാണുകയും ചെയ്യാം, നല്ലതുപോലെ സംസാരിക്കുകയും ചെയ്യും. പക്ഷെ പേര് പൊട്ടനായ ഹാത്തം. എന്താ കാര്യം? ഇപ്പൊ നമ്മള് ചെറിയ ചെറുപ്പക്കാരെയൊക്കെ വീട്ടിൽ വിളിക്കുന്നത് പെണ്ണൻ എന്നാണ്. പെണ്ണൻ ഞങ്ങളുടെ നാട്ടിലൊക്കെ അങ്ങനെ വിളിക്കും. പെണ്ണൻ. ഇവിടെ അങ്ങനെ വിളിക്കുമെന്ന് എനിക്കറിയില്ല. പെണ്ണൻ എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണുങ്ങളെ പോലെയാണ്. ഒരു ഗുണം ഉണ്ടാവൂല, ആണുങ്ങളുടെ ഒരു സ്വഭാവം അവനുണ്ടാവൂല, വെറും പെണ്ണുങ്ങളെ പോലെയാണ്. അങ്ങനത്തെ ആളുകളെ പെണ്ണനെന്ന് വിളിക്കും.
അവൻ ആണായത് പെണ്ണായത് കൊണ്ടാണോ? അല്ല, അവൻ ആണാണ്, പക്ഷേ അവൻ പെണ്ണുങ്ങളെ പോലെയാണ്. എന്ന് പറഞ്ഞാൽ അന്ധനായ പൊട്ടനായ ഹാത്തം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ചെവി കേട്ടുകൂടാത്തതോ കണ്ണ് കണ്ടുകൂടാത്തതോ ആയ ഒരു ന്യൂനതയുമില്ല. പക്ഷെ അദ്ദേഹം ചിലത് കാണൂല, ചിലത് കേൾക്കൂല. ഏതാ? ജീവിതത്തിൽ ഇന്നേ വരെ ഹറാമ് കണ്ടിട്ടില്ല, ജീവിതത്തിൽ ഇന്നേ വരെ ഹറാമ് കേട്ടിട്ടില്ല, ജീവിതത്തിൽ ഒന്ന് ഹറാമ് കണ്ടിട്ടില്ല, ഹറാമ് കേട്ടിട്ടില്ല, ഹറാമാണെന്ന് പറഞ്ഞിട്ടില്ല. ഹാത്തമുൽ അസ്മർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒരു കഥ നിങ്ങൾക്കറിയണോ? ആ മഹാനായ ഹാത്തമുൽ അസ്മർ റളിയല്ലാഹു അൻഹു നടന്നു പോകുമ്പോ കുറെ പെണ്ണുങ്ങൾ വഴിയരിയിൽ നിൽക്കുകയാ. ആ പെണ്ണുങ്ങളെ കണ്ടപ്പോ ദൂരെ നിന്ന് നിൽക്കുന്നത് പെണ്ണുങ്ങളാണ്, സ്ത്രീകളാണെന്ന് മനസ്സിലാക്കിയപ്പോ ഹാത്തമുൽ അസ്മർ റളിയല്ലാഹു അൻഹു രണ്ട് കണ്ണും അങ്ങ് ഇറുക്കി പിടിച്ചു, രണ്ട് കണ്ണും അങ്ങ് അടച്ചു പിടിച്ചു, രണ്ട് കണ്ണും അങ്ങ് മുറുക്കി പിടിച്ചു. ചെറുപ്പക്കാരാ കേട്ടോ, നിങ്ങൾക്കൊരു ഫാൻസാ പറയുന്നത്, നിങ്ങൾക്കൊരു ഫാനാ പറയുന്നത്. മഹാനായ ഹാത്തം റളിയല്ലാഹു തആല അൻഹു രണ്ട് കണ്ണും അങ്ങ് ഇറുക്കി മുറുക്കി ഇറുക്കി പിടിക്ക് കണ്ണടച്ചു പിടിക്കുകയാ. എന്നിട്ട് ഹാത്തം റളിയല്ലാഹു തആല അൻഹു കണ്ണ് കണ്ടുകൂടാത്തവനെ പോലെ നടന്നങ്ങ് പോയപ്പോ റോഡ് മുറിച്ച് കടന്നു വേണം അപ്പുറത്തിട്ടാ. ആ സമയത്ത് കുറെ ചെറുപ്പക്കാര് ഓടി വന്നത്രേ. ഹാത്തം റളിയല്ലാഹു അൻഹുവിന്റെ കൈ പിടിച്ചു, എന്നിട്ട് റോഡ് മുറിച്ചക്കരെ എത്തിച്ചു. എന്നിട്ട് ആ ചെറുപ്പക്കാർ അവിടെ നിന്ന് ദുആ ചെയ്യുകയാണ്, അല്ലാഹുവേ ഈ മനുഷ്യൻ ആരോഗ്യമുണ്ട്, പക്ഷേ നീ കാണാനുള്ള കണ്ണ് കൊടുത്തില്ലല്ലോ അല്ലോ. ഞങ്ങളെ ഈ മനുഷ്യനെ പോലെ അന്ധരാക്കല്ലേ അല്ലാ, ഞങ്ങളെ ഇതുപോലെ അന്ധരാക്കല്ലേ അല്ലാ. ഈ ദുആ കേട്ട് ഹാത്തം ഉള്ളിൽ ഊറിച്ചിരിക്കുകയാ. കാരണം ഹാത്തം തങ്ങൾക്ക് എല്ലാം കാണാ, എല്ലാം കേൾക്കാ. പക്ഷെ എന്തുകൊണ്ടാണ്? വഴിയരികിൽ പെണ്ണുങ്ങൾ നിന്നപ്പോൾ, സ്ത്രീകൾ നിന്നപ്പോ അത് കാണേണ്ടി വരുമല്ലോ. അവര് ഭീകര ജീവികളായതുകൊണ്ടല്ല. കണ്ണാണ് പ്രശ്നം, നോട്ടമാണ് പ്രശ്നം. വികാരത്തിലേക്ക് എത്തപ്പെടുന്നത് നോട്ടത്തിലൂടെയാണ്. ഒരു നോട്ടം മതി പെങ്ങളെ, ഒരു നോട്ടം മതി ചെറുപ്പക്കാരാ. ആ കണ്ണുകൾ തമ്മിലും നുടക്കിപ്പോയാ, ആ കണ്ണുകൾ പരസ്പരം ഒന്ന് സംസാരിച്ചു പോയാ, കണ്ണുകൾ തമ്മിലും സംസാരിച്ചു പോയാ ചെന്നെത്തുന്നത് എവിടെയാണ്? നിന്ദ്യമാണ്, നീചമാണ്, നികൃഷ്ടമാണെന്ന് ഖുർആൻ പറഞ്ഞ വ്യഭിചാരത്തിലാ. സഹോദരങ്ങളെ, ഹാത്തമതങ്ങൾക്ക് പേടിയാ. അതുകൊണ്ട് മഹാനവറുകൾ കണ്ണ് പൊട്ടനെ പോലെ അഭിനയിച്ചെങ്കിലോ ഹാത്തമുൽ അസ്മർ റളിയല്ലാഹു തആല അൻഹു 30 വർഷമാണ് ഇൽമു പഠിച്ചത്. 30 വർഷത്തോളം ഇൽമു പഠിച്ച അധ്യാപകന് മഹാനായ ശഖീഖുൽ ബൽഖി റളിയല്ലാഹു അൻഹു, ശഖീഖുൽ ബൽഖി എന്ന് പറയുന്ന ഗുരുനാഥന്റെ മുന്നിൽ, അവിടത്തെ മുന്നിൽ ചെന്ന് അടിമയെ പോലെ അറിവ് പഠിച്ച ഹാത്തമുൽ അസ്മർ റളിയല്ലാഹു തആല അൻഹു 30 വർഷം അറിവ് പഠിച്ചിട്ട് ആ വീട്ടുമുറ്റത്ത് ചെന്ന് ഇൽമു പഠിച്ചിട്ട് പോലും ഹാത്തമുൽ അസ്മർ എങ്ങനെയുള്ള മനുഷ്യനാണ് എന്ന് ആ ശഖീഖുൽ ബൽഖിയുടെ പെണ്ണുങ്ങൾക്കറിയില്ല. ഒരു ദിവസം ബാത്റൂമിൽ കുളിച്ചുകൊണ്ട് നിൽക്കുന്ന ശഖീഖുൽ ബൽഖിയുടെ വീടിന്റെ വാതിൽക്കൽ കതകിന് മുട്ടുകയാ. ആരാണ് പെണ്ണെ കതകിന് മുട്ടുന്നത്? ചെന്ന് തുറന്നു നോക്കുന്ന ശഖീഖുൽ ബൽഖി എന്ന ഉസ്താദ് പറഞ്ഞപ്പോ പെണ്ണുങ്ങൾ വന്ന വാതിലിന്റെ ചെറിയ ഒരു വിടവിലൂടെ നോക്കിയിട്ട് പറഞ്ഞിരുന്നെന്നറിയോ? വന്നത് വേറെ ആരുമല്ല, സോഹിബുകൽ അഅ്മാ, നിങ്ങളെ കണ്ണ് കണ്ടുകൂടാത്ത ശിഷ്യനാണ് വന്നത്. അല്ലാഹുവേ, 30 കൊല്ലം തന്റെ വീട്ടിൽ വന്ന ഒരാള് അന്ധനാണെന്നാ പെണ്ണുങ്ങൾ പോലെ കരുതിയിരിക്കുന്നത്. അങ്ങനെ ഒരു ചെറുപ്പക്കാരന് ജന്മം കൊടുത്ത് കാസർഗോഡത്തെ പെണ്ണിന് കഴിയോ? ഈ ലോകത്തെ പെണ്ണിന് കഴിയോ? ഇല്ലല്ലോ സഹോദരങ്ങളെ. ഇത്രത്തോളം സൂക്ഷ്മത കാണിച്ചു ജീവിച്ച ഒരു മഹാനല്ലേ ഹാത്തമുൽ അസ്മർ റളിയല്ലാഹു അൻഹു. ഹാത്തം തങ്ങളെ ശഖീഖുൽ ബൽഖി എന്ന ഉസ്താദിന്റെ വീട്ടിൽ ഒരു ദിവസം രാത്രി പോയി. കൂടെ തന്റെ ശിഷ്യനെ കൂടെ കൂട്ടി. അങ്ങനെ ചെന്നോ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു, അറിവുകൾ പഠിച്ചു. തിരിച്ചു വരുമ്പോഴേക്ക് ഭക്ഷണം കൊടുത്തു. ആ ഭക്ഷണം കഴിച്ച് ഹാത്തമുൽ അസ്മർ തങ്ങളും തന്റെ ശിഷ്യനും ഉസ്താദിന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ച് കൈ കഴുകിയിട്ട് വീട്ടിൽ വന്നപ്പോ തന്റെ ശിഷ്യൻ വന്ന് ഹാത്തമുൽ അസ്മറിനോട് പറഞ്ഞു, ഉസ്താദേ, നിങ്ങളുടെ ഉസ്താദ്
ഉസ്താദ് ഷക്കീഖുൽ ബൽഖി നല്ല മനുഷ്യൻ തന്നെയാണ്. പക്ഷേ ഒരു കാര്യം എനിക്ക് ആക്ഷേപമുണ്ട്, ഒരു കാര്യത്തിൽ എനിക്ക് വിമർശനമുണ്ട്, ഒരു കാര്യത്തിൽ എനിക്ക് മറുപടി പറയേണ്ടതുണ്ട്. എന്താണെന്ന് ചോദിച്ചപ്പോൾ ആ ശിഷ്യൻ പറഞ്ഞു, നിങ്ങളുടെ ഉസ്താദിന്റെ വീട്ടില് ഭക്ഷണം കൊണ്ടുവച്ചിട്ട് കൈ കഴുകാൻ വെള്ളം കൊണ്ടുവച്ചത് അവിടുത്തെ പെണ്ണുങ്ങളാണ്. അത് ശരിയായില്ല. ഭക്ഷണം ഇവിടെയൊക്കെ മുത്തഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കൂലേ? വീടുകളിലല്ലേ? അതൊക്കെ ഒരു മഹത്വമാണ് സഹോദരങ്ങളെ. എത്ര കുട്ടികളുണ്ട്? 9 പേര്. 9 മക്കൾ നമ്മുടെ ഈ ദർസിൽ പഠിക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ്. ഞങ്ങളുടെ നാട്ടിലൊക്കെ 10ഉം 60ഉം മുത്തഅല്ലിമീങ്ങൾ പഠിക്കുമ്പോ ഒരു ദിവസം ഒരു വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചാൽ അടുത്ത ദിവസം ആ കുട്ടി വേറൊരു വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുക. എന്താണെന്നറിയോ? എല്ലാവർക്കും ഇപ്പൊ 50 വീടുണ്ടെങ്കിൽ 50 മക്കളുണ്ടെങ്കിൽ 3 നേരം ഒരു കുട്ടി ഒരു വീട്ടിൽ നിന്ന് കഴിച്ചാൽ വീട്ടുകാർക്ക് തൃപ്തിയാവൂല. എന്താണെന്നറിയോ? ഒരു കുട്ടിക്കല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് മോനെ, നാളെ നീ അപ്പുറത്തെ വീട്ടിൽ പോ, അവനെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടേക്ക്. അങ്ങനെ മാറി മാറി ഭക്ഷണം കൊടുക്കാൻ ആവേശം കാണിക്കുന്നവരാണ് ചില നാട്ടുകാര്. ഇവിടെയും അങ്ങനെ ആയിരിക്കും. അള്ളാഹു അങ്ങനെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഭക്ഷണം മുത്തഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിന്റെ മഹത്വം ഇന്ന് സംഭവിക്കുന്ന എന്താണെന്നറിയോ? കല്യാണത്തിന് വലിയ കുറിയൊക്കെ അടിച്ചിട്ട് ഒരു ലെറ്ററിന് തന്നെ 1000 രൂപ വരും. നിക്കാഹ് എടുത്ത് കൊടുക്കുന്ന ഉസ്താദിന് കൊടുക്കുന്നത് 250 രൂപ. 250 രൂപ. ഉസ്താദിന് അത് മതി, അത്ര മതി. ഒരു കല്യാണ ലെറ്ററോ 1000 രൂപ. 1000 രൂപ ഒരു കല്യാണ ലെറ്റർ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അങ്ങനെ കല്യാണ ലെറ്ററൊക്കെ അടിച്ചിട്ട് ആളുകളെയൊക്കെ വിളിച്ച് ഒരുപാട് ആളുകൾ വന്നു. ചെമ്പ് കണക്കിന് ബിരിയാണി വെച്ചു. അങ്ങനെ ചെമ്പ് കണക്കിന് ബിരിയാണി വെച്ച് ഭക്ഷണം വിളമ്പിയിട്ട് 2-3 ചെമ്പ് ബിരിയാണി മിച്ചം വന്നു. ആ സമയത്ത് ആളുകൾ പറയും, ഇതെന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ നമ്മൾ നഷ്ടപ്പെടുത്തേണ്ടി വരും. അങ്ങനെ ആരോ ഒരു ഐഡിയ പറഞ്ഞു കൊടുത്തു. ഒരു ചെമ്പ് ബിരിയാണി നമുക്ക് കിറ്റ് കെട്ടിയിട്ട് പ്ലാസ്റ്റിക് കവറിനകത്താക്കിയിട്ട് എല്ലാ വീടുകളിലും കൊടുത്തു വിടാം. അങ്ങനെ വന്നവർക്കൊക്കെ ഓരോ കിറ്റ് ബിരിയാണി കൊടുത്തു വിട്ടു. പരമാവധി 2 ചെമ്പ് തീർന്നു. നോക്കുമ്പോ 1 ചെമ്പ് ഇനിയും ബാക്കിയുണ്ട്. അപ്പോഴാണ് ഒരാൾ വന്നിട്ട് പറഞ്ഞു, പള്ളിയില് മുത്തഅല്ലിമീങ്ങളുണ്ടല്ലോ, നമുക്ക് അവർക്ക് കൊണ്ട് കൊടുക്കാം. ഈ മകളുടെ കല്യാണത്തിന് ഒരു മുത്തഅല്ലിമിനെ വിളിച്ചിട്ടുമില്ല, ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തിട്ടുമില്ല. മിച്ചം വന്ന് കുഴിച്ചിടാൻ വേണ്ടി തീരുമാനിച്ചിട്ട് കുഴിച്ചിടാൻ മുനിസിപ്പാലിറ്റിയുടെയും അതുപോലെ തന്നെ കോർപ്പറേഷന്റെയും ഭൂമി ഇല്ലാതെ വന്നപ്പോ എവിടെ കൊടുക്കാം? മുത്തഅല്ലിമീങ്ങൾക്ക് കൊടുക്കാം. ഇതിനപ്പുറം വിവരക്കേട് വേറെ എന്തെങ്കിലും ഉണ്ടോ? ആദ്യം കൊടുക്കേണ്ടത് അവർക്കാണ്, ഈ മക്കൾക്കാണ്. അവര് മലക്കുകളുടെ ചിറകിന് താഴെയാണ് ഇപ്പൊ അവരിയ്ക്കുന്നത്. നമ്മളെ പോലെയല്ല, മലക്കുകളുടെ ചിറകിന് താഴെയാണ്. എത്രത്തോളം അറിയോ? ഇൽമ പഠിക്കുന്നതിന്റെ മഹത്വം അറിയണമെങ്കിൽ ഒറ്റ കാര്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഇൽമിന്റെ മഹത്വം ഒരുപാടൊന്നും പ്രസംഗിക്കണ്ട. കേട്ടോളി, രക്ഷകർത്താക്കളൊക്കെ കേട്ടോളി, കമ്മിറ്റിക്കാരും കേട്ടോളി, ചെറുപ്പക്കാരും കേട്ടോളി, ഉമ്മമാരും കേട്ടോളി. ഇൽമ പഠിക്കുന്നതിന്റെ മഹത്വം ഒറ്റ കാര്യം. എന്താ? മരണത്തെ ഓർക്കണം എന്ന് നബി മുഹമ്മദ് മുസ്തഫ. എല്ലാരും മരണത്തെ ഓർക്കണം. എപ്പോഴാണ് വരുന്നതെന്ന് പറയാൻ പറ്റൂല. പ്രത്യേകിച്ച് ഏതെങ്കിലും രോഗമുള്ളവൻ അതിശക്തിമത്തായ സുന്നത്താണ് മരണത്തെ ഓർത്തുകൊണ്ടിരിക്കൽ. ഈ ഓതി പഠിക്കുന്ന മുത്തഅല്ലിമീങ്ങൾ അങ്ങനെ ഒരു കാര്യത്തെ പറ്റി ചിന്തിക്കാൻ പോലും പാടില്ലെന്നാണ്. ഇവർക്ക് മരണം എന്ന് പറയുന്ന ആ ഒരു സംഗതിയെ പറ്റി ചിന്തിക്കാൻ പോലും പാടില്ല. ആ സമയം കൂടി അവർ ഓതി പഠിക്കണം, ആ സമയം കൂടി അവർ പഠിക്കണം. അപ്പൊ ഇൽമു പഠിക്കുന്നതിന്റെ മഹത്വം, മരണത്തെ പറ്റി ചിന്തിക്കാൻ പോലും പാടില്ലാത്ത ഭൂമി ലോകത്തെ ഒരു വിഭാഗമാണ് മുത്തഅല്ലിമീങ്ങൾ എന്ന് പറയുന്നത്. മക്കൾ ദർസിൽ പഠിക്കുന്ന, മദ്രസയിൽ പഠിക്കുന്ന മക്കൾ, ഇൽമു പഠിക്കുന്ന മക്കൾ. അതുകൊണ്ട് ഈ സദസ്സിൽ വന്നിരിക്കുമ്പോൾ നിങ്ങൾ ഇൽമു പഠിക്കാൻ വേണ്ടി വന്നവരാ. നിങ്ങളും മരണത്തെ പറ്റി ചിന്തിക്കണ്ട. ഞാൻ കഴിഞ്ഞ ഒരു മാസത്തിന് മുമ്പ് സൗത്ത് ചിറ്റാരിയിൽ പ്രസംഗിക്കുമ്പോ ആ വഴല് കേൾക്കാൻ വേണ്ടി ഒരു സഹോദരൻ വാഹനം എടുത്തു വന്നു. ഒരു ബസ് തട്ടി ആ സഹോദരൻ മരണപ്പെട്ട. അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബർ വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അദ്ദേഹം സ്വർഗത്തിലാണ്, ഒരു സംശയം അക്കാര്യത്തിലില്ല. എന്റെ വഴല് കേൾക്കാൻ വേണ്ടി വന്നതുകൊണ്ടല്ല. ഇൽമിന്റെ മജ്ലിസിന് ഒരു പവർ ഉണ്ട്. ലോകത്ത് 2 സ്ഥലങ്ങളിലാണ് സ്വർഗത്തിന്റെ തോട്ടമുള്ളത്. ഒന്ന്, ഒരു സ്ഥലത്ത് അല്ലാഹു തആല
പ്രത്യേകമാക്കി. ഒന്ന്, ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ വാരി വിതറുകയും ചെയ്തു. മാബൈന ഖബരി വ മിംബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന. എന്റെ ഖബറിന്റെയും എന്റെ റൗളയുടെയും എന്റെ ഖബറിന്റെയും എന്റെ മിമ്പറിന്റെയും ഇടയിലുള്ള ഭാഗം സ്വർഗത്തിന്റെ തോട്ടമാണ് എന്ന് പറഞ്ഞു. അവിടെ ചെന്നെത്തണമെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ മുടക്കണം. മുടക്കിയാൽ തന്നെ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ക്യൂ നിന്നിട്ട് ഊഴം കാത്തു നിന്നിട്ട് നമ്മൾ അവിടെ ചെല്ലുക. അവിടെ ചെന്നാൽ തന്നെ നമുക്ക് 2 റക്അത്ത് നിസ്കരിക്കാനുള്ള സമയം മാത്രം. പക്ഷേ രണ്ടാമത് റസൂലുള്ള നമുക്ക് തന്നത് വാരി വിതറിയിട്ടിരിക്കുകയാണ് ഇൽമിന്റെ മജ്ലിസ്. ഇത് റൗള ഷരീഫിന്റെയും മിമ്പറിന്റെയും ഇടയിലിരിക്കുമ്പോൾ കിട്ടുന്ന അതേ കൂലി ഇതാ ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. അള്ളാഹു നമുക്ക് ആ കൂലി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതൊക്കെ അറിയുന്ന ഒരാൾ എങ്ങനാ എന്റെ ചെറുപ്പക്കാരാ ഫുട്ബോൾ കളി കാണാൻ പോകുന്നത്? കളിച്ചോളിയും, കുഴപ്പമൊന്നുമില്ല, ആരോഗ്യത്തിനൊക്കെ നല്ലതാ, കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ. പക്ഷേ ഇൽമിന്റെ മജ്ലിസ് നഷ്ടപ്പെടുത്തിയിട്ട് നമ്മൾ പോകേണ്ട ഒരാവശ്യമില്ല. ഞാൻ എന്റെ വിഷയത്തിലേക്ക് മടങ്ങി വരികയാണ്. ഹാത്തമുൽ അസ്സം റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന്റെ ശിഷ്യൻ പറയുന്നു, ഉസ്താദേ, നിങ്ങളുടെ ഉസ്താദ് ശഖീഖുൽ ബൽഖി നിങ്ങൾക്ക് ഭക്ഷണം നൽകിയിട്ട് കൈ കഴുകാൻ വെള്ളം കൊണ്ടുവച്ചത് അവിടുത്തെ പെണ്ണുങ്ങളാ. ആ സമയത്താണ് ശഖീഖുൽ ബൽഖി എന്ന് പറയുന്ന ഉസ്താദിന്റെ പെണ്ണുങ്ങൾ കൈ കഴുകാൻ വെള്ളം വെച്ചു എന്നതിന്റെ ശിഷ്യൻ പറഞ്ഞപ്പോ ഹാത്തമുൽ അസ്സം റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, പൊന്നുമോനെ, 3 പതിറ്റാണ്ട് 30 കൊല്ലം ഞാൻ പഠിക്കാൻ വേണ്ടി പോയി. അല്ലാഹനെ തന്നെയാണ് സത്യമാ. വീട്ടിൽ ഞാൻ ചെന്നിട്ട് ആരാ ഭക്ഷണം കൊണ്ടുവച്ചത്, ആരാ കറിവാചകം ചെയ്തത്, ആരാ കൈ കഴുകാൻ വെള്ളം വെച്ചത്, ഇന്നേ വരെ ഞാൻ കണ്ടിട്ടില്ല. അപ്പത്തോളം സൂക്ഷ്മതയോടെ ജീവിച്ച ഹാത്തമുൽ അസ്സം തങ്ങള് ആ മഹാനവറുകളോട് ചോദിച്ചു, നിങ്ങൾ നിസ്കരിക്കുമ്പോ ഇത്ര ഭയഭക്തി എങ്ങനാ നിങ്ങൾക്ക് വരുന്നത്? ഇത്രത്തോളം സൂക്ഷ്മതയോടെ നിസ്കരിക്കുന്നത് എങ്ങനാണെന്ന് ചോദിച്ചപ്പോ ഹാത്തമുൽ അസ്സം റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ചിറ്റാരിയിൽ ഒരുമിച്ച് കൂടി ആണുങ്ങളോട് പെണ്ണുങ്ങളോട് നാളത്തെ സുബഹി മുതൽ നിസ്കരിക്കാ, നിങ്ങൾക്ക് ഖുശൂ വരാ, നിങ്ങൾക്ക് ഭയഭക്തി വരാ, നിങ്ങൾക്ക് ഏകാഗ്രത വരാ. മുത്ത് റസൂല് പഠിപ്പിച്ച മാതൃകയിൽ നിസ്കരിക്കാൻ ഒരു രീതി ഞാൻ പറഞ്ഞു തരട്ടെ ചെറുപ്പക്കാരാ. ഹാത്തമുൽ അസ്സം എന്നവരെ നിസ്കരിക്കുന്ന രീതിയാണ്. അതേ രീതിയിൽ, അതേ കോലത്തിൽ, അതേ ഭാവത്തിൽ നാളെ സുബഹി നിങ്ങൾ കൈകെട്ടി നോക്ക്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് വലിയ മാറ്റം വരും, എനിക്ക് വലിയൊരു മാറ്റം വരും. എങ്ങനാണെന്നറിയോ? അദ്ദേഹം പറഞ്ഞു, ഞാൻ കൈകെട്ടുമ്പോ എന്റെ മുന്നിൽ ഇമാമെന്ന ചിന്ത എനിക്കില്ല, എന്റെ മുന്നിൽ പള്ളിയുടെ ചുമരാണെന്ന ചിന്തയില്ല, എന്റെ മുന്നിൽ ഞാൻ കാണുന്നത് കഅബാലയമാ, പരിശുദ്ധ കഅബ എന്റെ മുന്നിലാണെന്ന് ഞാൻ ചിന്തിക്കും. ഞാൻ നിൽക്കുന്നത് കഅബാലയത്തിന്റെ ചുറ്റിലുള്ള മത്താഫിലാണെന്ന് ഞാൻ ചിന്തിക്കും. എന്റെ പുറകിലോ വഖാബിലുൽ അർവാ, എന്റെ പുറകില് അസ്റായീൽ നിൽക്കുകയാ. ഈ സലാം വീട്ടുമ്പോൾ പെട്ടെന്ന് തന്നെ അങ്ങ് റൂഹ് പിടിക്കുകയാ. എന്റെ വലതുഭാഗത്ത് സ്വർഗമാ, എന്റെ ഇടതുഭാഗത്ത് നരകമാ. ഞാൻ കൈകെട്ടി നിൽക്കുന്നത് സിറാത്ത് പാലത്തിലാണ്. 3000 വർഷത്തെ വഴി ദൂരമുണ്ടെന്നല്ലേ ദഖായിഖുൽ അഖ്ബാറിലുള്ളത്. 1000 വർഷം കയറ്റമാണ്, 1000 വർഷം സമനിരപ്പാണ്, 1000 വർഷം ഇറക്കമാണ്. 3000 വർഷത്തെ വഴി ദൂരമുണ്ട് സിറാത്ത് എന്ന പാലത്തില്. അത് തുടങ്ങുന്നത് മഹ്ശറിൽ നിന്നാ, അതിന്റെ എൻഡ് സ്വർഗത്തിലാ. അത് ഏതിന്റെ മുകളിലെന്നറിയോ? അല്ലാഹുവിന്റെ ഭീകരമായ നരകത്തിന്റെ മുകളിലാ നാട്ടപ്പെട്ടത്. ഈ സിറാത്ത് 3000 വർഷം ഇങ്ങനെ നടന്നിട്ട് വേണം സ്വർഗത്തിലെത്താ. അവിടത്തെ ഒരു ദിവസം ഇവിടത്തെ 50,000 വർഷമാണ്. അവിടത്തെ ഒരു ദിവസം ഇവിടത്തെ 50,000 വർഷമാണ്. അങ്ങനെ 3000 കൊല്ലമൊന്ന് സങ്കല്പിച്ചു നോക്ക് ചെറുപ്പക്കാരാ. ബുദ്ധി മരവിച്ചു പോകും കൂട്ടര്. നമ്മുടെ കാൽക്കുലേഷന്റെ പുറത്താ, നമ്മുടെ കണക്ക് കൂട്ടലുകൾ പിഴച്ചു പോകും, ഒരു സംശയവും വേണ്ട. അത്രയും വലിയ സിറാത്ത് പാലത്തിലാണ്. രാത്രിയുടെ കൂരാ കുട്ടിരുട്ടിന് കാല് കറുത്ത, മുടിയ കാല് നേർമയുള്ള
വാളിനെക്കാളും മൂർച്ചയുള്ള സിറാത്തിലാണ് കൈകെട്ടി നിൽക്കുന്നതെന്ന ചിന്ത എന്റെ മനസ്സിലോട്ട് കടന്നു വരും. അതുമാത്രമല്ല, ഇത് അവസാനത്തെ നിസ്കാരമാണ്. ഈ ഒരു ചിന്തയോടെയാണ് കൈകെട്ടുന്നതെന്ന് ആട്ടമുള്ള റളിയല്ലാഹു തആല പറഞ്ഞെങ്കിൽ നാളെ സുബഹിക്ക് കൈകെട്ടുമ്പോ മുന്നില് പരിശുദ്ധ കഅബ, വലത്ത് സ്വർഗം, ഇടത്തു നരകം, പിന്നിലെ സിറായിൽ നിൽക്കുന്നത് സിറാത്തിൽ. ഇത് അവസാനത്തെ നിസ്കാരമാണെന്ന ചിന്തയോടെ നിസ്കരിക്കൂ. എന്നാൽ നമ്മുടെ നിസ്കാരം ഏത് രീതിയിലെന്നറിയോ? ഇത് ഖുംത ഫീ സ്വലാതിക ഫസല്ലി സ്വലാത മുവദ്ദിഇ. വിടവാങ്ങുന്നവന്റെ നിസ്കാരം പോലെ നിസ്കരിക്കണമെന്ന് പഠിപ്പിച്ച ആ രൂപം വരുമെന്ന് മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹു നമുക്കതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനി രണ്ടാമത്തെ ഉപദേശം, ഇത് അള്ളാഹുമായി ബന്ധപ്പെട്ടതാണ്. ഉറക്കം വരുന്നില്ലല്ലോ? ഇത് പടച്ചോനുമായി ബന്ധപ്പെട്ടതാണ്. ഇനി രണ്ടാമത്തത് കേട്ടോളി. ഇത് അല്പത്തിൽ ഗൗരവമുള്ളതാണ്, ഇത് അല്പം ബുദ്ധിമുട്ടുള്ളതാണ്. ശ്രദ്ധിച്ചോളി. പ്രത്യേകിച്ച് എന്നെ ശ്രവിക്കാൻ വേണ്ടി ഒരുമിച്ച് സഹോദരിമാർ ആ ഭാഗത്താണ്, ഒത്തിരി ഉണ്ടോ? പ്രത്യേകിച്ച് സഹോദരിമാരെ ശ്രദ്ധിക്കണം. രണ്ടാമത്തെ ഉപദേശം, നന്നാകാൻ 3 ഉപദേശങ്ങൾ മുത്ത് റസൂൽ പഠിപ്പിച്ചു കൊടുത്തു. 1, നിസ്കരിക്കുമ്പോ ഇനി ഒരു നിസ്കാരം ഇല്ല, ഇത് മാത്രമേ ഉള്ളൂ എന്ന ചിന്തയിൽ നിസ്കരിക്കും, ശരിയാവും. 2, റസൂലുള്ളാഹി പറഞ്ഞു, ലാ തകല്ലം ബികലാമിൻ തഅതദിറു ഗദാ. നാളെ ഒഴുകഴിവുകൾ പറയേണ്ട സംസാരം പാടില്ല. ഇന്നെന്തെങ്കിലും പറഞ്ഞ് നാളെ ചെന്ന് പൊരുത്തം ചോദിക്കേണ്ട രീതിയിൽ നീ സംസാരിക്കല്ലേ. ഇന്ന് നീ എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് നാളെ അവന്റെ മുന്നിൽ ചെന്ന് പൊരുത്തം ചോദിക്കേണ്ട സംസാരം പാടില്ല. ചെറുപ്പക്കാരാ, പെങ്ങളെ, ഇന്ന് നിന്റെ കൂട്ടുകാരിയോട്, ഇന്ന് നിന്റെ വീട്ടിനടുത്തുള്ള അയൽക്കാരിയോട്, നിന്റെ ഉമ്മയോട്, അമ്മായിയോട്, ഭർത്താവിനോട്, മക്കളോട്, കുടുംബക്കാരോട് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു, പെട്ടെന്ന് ആ ദേഷ്യത്തിൽ പറഞ്ഞത്, എന്നിട്ട് നീ നാളെ ചെന്നിട്ട് അവിടെ കാൽക്കൽ വീണിട്ട് മാപ്പാക്കണേ, പൊരുത്തപ്പെടണേ, അബദ്ധം പറ്റിയതാണ്, പെട്ടെന്ന് ദേഷ്യത്തിൽ പറഞ്ഞതാണ്, ആ കോലത്തില് പറയാ പാടില്ലെന്ന് മഹാനായ മുത്തുളി മുഹമ്മദ് മുസ്തഫ. നിങ്ങൾക്കറിയോ, റസൂലുള്ള സഹാബത്തിനോട് പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോ നിറഞ്ഞിരിക്കുന്ന സരസിൽ നിന്ന് റസൂലുള്ള ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം നബി തങ്ങൾ ചോദിച്ചത് ശ്രോതാക്കളെ ഉണർത്താനാണ്. റസൂലുള്ള ചോദിച്ചു, തദറൂന മനിൽ മുഫ്ലിസ്, ആരാണ് പാപ്പരെന്നറിയോ? ആരാണ് പാപ്പരെന്നറിയോ? പാപ്പർ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? മനസ്സിലായോ? ഇല്ല. എന്താണ് പാപ്പർ എന്ന് പറഞ്ഞാൽ? ദരിദ്രൻ, പാപ്പര് അല്ലേ? അപ്പൊ തിരുവനന്തപുരത്തെ പോലെ തന്നെ ഇവിടെ അത് പറയും അല്ലേ? സമാധാനം. ഇല്ലെങ്കിൽ ഇനിയിപ്പോ അതിന്റെ വാക്ക് കണ്ടെത്തിക്കൊണ്ടിരിക്കണം. ആള് പാപ്പരായി പോയി എന്ന് പറയും. അങ്ങനെ പറയുമല്ലോ. അല്ല, നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ പിന്നെ അത് ബുദ്ധിമുട്ടാണ്. ഞാൻ ചുമ്മാ അവിടെ ഇങ്ങനെ വാ തുറന്ന് വിളിച്ചു പറഞ്ഞിട്ട് നിങ്ങൾക്ക് തിരിയാതെ വരരുത്. പാപ്പരെന്ന് പറഞ്ഞ ഒന്നുമില്ലാത്തവൻ. റസൂൽ ചോദിച്ചു, പാപ്പരാരെന്നറിയോ? സഹാബത്ത് പറഞ്ഞ അറിയാം. ആരാ? ലാ മത്താഅ വലാ ദിർഹം. മുതലും ഇല്ല, കാശും ഇല്ല, ദിർഹമോ ഇല്ല, ഒന്നുമില്ല. അല്ലാഹു റസൂൽ പറഞ്ഞ അവനല്ല. അവൻ പാപ്പരെന്നാരാ പറഞ്ഞത്? അവൻ പാപ്പരല്ല. പാപ്പരാരാണ്? ഇന്നൽ മുഫ്ലിസ മിൻ ഉമ്മത്തി മൻ യഅതി യൗമൽ ഖിയാമ ബിസലാത്തിൻ വസദഖത്തിൻ വസിയാം. നാളെ പരലോകത്തിന്റെ സമുദായത്തിലുള്ള നമസ്കാരക്കാര് വരും. അവര് നോമ്പ് പിടിച്ചവരാണ്, സക്കാത്ത് കൊടുത്തവരാണ്, സദഖ കൊടുത്തവരാണ്, ഒരുപാട് ദാനധർമ്മങ്ങൾ ചെയ്തവരാണ്, ഒരുപാട് സ്വലാത്ത് ചൊല്ലിയവരാണ്, ദിക്ർ ചൊല്ലിയവരാണ്, പള്ളിക്ക് ഒരുപാട് സഹായിച്ചവരോ.
നാളെ പരലോകത്ത് വരുമ്പോ അവര് റസൂലുള്ള പറയുന്നു, അക്കൂട്ടത്തിൽ അവര് പാപങ്ങൾ ഉപദ്രവിച്ചു, അവള് പലരെ പറ്റിയും പരദൂഷണം പറഞ്ഞു, പലരെയും നാവ് കൊണ്ട് ബുദ്ധിമുട്ടിച്ചു, പലരെയും മോശത്തരം പറഞ്ഞു, പലരെയും ആക്ഷേപിച്ചു, പലരെയും വിമർശിച്ചു, പലരെയും കുറ്റപ്പെടുത്തി, ഒളിഞ്ഞും തെളിഞ്ഞും അവരെ ആക്ഷേപിച്ചു, ഒറ്റപ്പെടുത്തി, കുറ്റപ്പെടുത്തി സംസാരിച്ചവരാ. അവര് നാളെ പരലോകത്ത് വരുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ആ വരുന്ന മനുഷ്യൻ നിസ്കാരമുണ്ട്, ഒപ്പം അവനെ പരദൂഷണം പറഞ്ഞവനാ. നിങ്ങൾക്കറിയോ സഹോദരങ്ങളെ, ഞാൻ നിസാർ സാഹിബിനെ പറ്റി പരദൂഷണം പറഞ്ഞെന്നിരിക്കട്ടെ, ഒരു ഉദാഹരണം പറയുകയാ. ഞാൻ നിസാർ സാഹിബിനെ പറ്റി പരദൂഷണം പറഞ്ഞു. നാളെ അള്ളാന്റെ കോടതിയിൽ ഞാൻ വരുമ്പോൾ എന്റെ നമസ്കാരം ഒരുപാടുണ്ട്, ഞാൻ ഒരുപാട് നോവ് പിടിച്ചിട്ടുണ്ട്, ദാനധർമ്മം ചെയ്തിട്ടുണ്ട്, സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട്, പ്രസംഗിച്ചിട്ടുണ്ട്. എന്റെ നിസ്കാരം എടുത്ത് നിസാർ സാഹിബിന് കൊടുക്കുകയാ. എന്തുകൊണ്ടെന്നറിയോ? ഞാൻ അദ്ദേഹത്തെ പരദൂഷണം പറഞ്ഞു. അടുത്തിരിക്കുന്ന സഹോദരന് ഞാൻ യേശനെ പറഞ്ഞിട്ടുണ്ട്, എന്നാൽ എന്റെ നോമ്പെടുത്ത് അദ്ദേഹത്തിന് കൊടുക്കുന്നു. അടുത്തിരിക്കുന്നയാളിനെ ഞാൻ കുറ്റം പറഞ്ഞിട്ടുണ്ട്, എന്റെ ദാനധർമ്മങ്ങൾ എടുത്ത് അല്ലാഹു അദ്ദേഹത്തിന് കൊടുക്കും. സഹോദരങ്ങളെ, പിന്നെയും ആളുകൾ ഇരിക്കുന്നു, പിന്നെയും അവിടെ ലൈനായി വരിയായി നിരയായി ആളുകൾ നിൽക്കുന്നു. പലരും പറയുന്നു, അല്ലാഹുവേ എന്നെ ചീത്ത വിളിച്ചവനാ, എന്നെ ആക്ഷേപിച്ചവനാ, എന്നെ തള്ളി പറഞ്ഞവനാ, എന്നെ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് കളിയാക്കിയവനാ. നോക്കുമ്പോൾ എന്റെ കയ്യിൽ കൊടുക്കാൻ ഇനി ഒന്നുമില്ല. നിസ്കാരമുള്ളത് നിസാർ സാഹിബ് കൊണ്ടുപോയി, നോമ്പുള്ളത് അടുത്ത ആള് കൊണ്ടുപോയി, ദാനധർമ്മങ്ങൾ വേറൊരാള് കൊണ്ടുപോയി. ഇനി എന്റെ കയ്യിലൊന്നുമില്ല. പക്ഷേ ഞാൻ ഒരുപാട് ആളുകളെ നാക്കുകൊണ്ട്, കൈകൊണ്ട്, മനസ്സുകൊണ്ട് വേദനിപ്പിച്ചിട്ടുണ്ട്. അവരിങ്ങനെ നിരന്ന് നിൽക്കുമ്പോൾ ഇനി അവർക്ക് വീതിച്ചു കൊടുക്കാൻ എന്റെ കയ്യിൽ അഅ്മാലുകളില്ല, എന്റെ കയ്യിൽ ഹസനാത്തുകളില്ല. ഇത് ഏതെങ്കിലും ഒരു കെട്ടുകഥയല്ല, ഇത് ഏതെങ്കിലും സിനിമയുടെ തിരക്കഥയല്ല, ഇത് ഏതെങ്കിലും സീരിയലിന്റെ ക്ലൈമാക്സ് അല്ല. പെങ്ങളെ, ഇന്നേ വരെ തമാശയ്ക്ക് പോലെ കള്ളം പറഞ്ഞിട്ടില്ല. മദീനയുടെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ കരളിന്റെ കഷണമല്ലേ, നമ്മുടെ കണ്ണിലെ കൃഷ്ണമണിയല്ലേ, നമ്മുടെ ഹൃദയത്തിന്റെ തുടിപ്പല്ലേ, നമ്മുടെ ജീവന്റെ ജീവനല്ലേ. നമ്മളെല്ലാവരെക്കാളും സർവസ്വത്തെക്കാളും ജീവനെക്കാളും അല്ലാഹുവിന്റെ റസൂലിനെ പ്രേമിക്കുന്നു, ഇഷ്ടപ്പെടുന്നു, ഹുബ്ബ് വെക്കുന്നു, ഇഷ്ക് വെക്കുന്നു, പ്രണയിക്കുന്നു. ആ പ്രവാചകന് കള്ളം പറയൂല, ആ പ്രവാചകന് തമാശയ്ക്ക് പോലും കള്ളം പറഞ്ഞിട്ടില്ല. ആ പ്രവാചകന് പറയുന്നു, ഇനി എന്റെ കയ്യിൽ കൊടുക്കാൻ അമലുകളൊന്നുമില്ല എങ്കിൽ സഹോദരാ, വാങ്ങാൻ ആളുകളെ ക്യൂ നിൽക്കുമ്പോൾ അല്ലാഹു നീതിമാനാണ്, അല്ലാഹ്ക്ക് നീതി പുലർത്തിയേ കഴിയൂ. ആ സമയത്ത് അല്ലാഹു ചെയ്യുന്നതെന്തെന്നറിയോ? ഉണർന്ന് കേട്ടോ എന്റെ പ്രിയപ്പെട്ടവര്, നമ്മുടെ അമലുകളെല്ലാം എടുത്തു കൊടുത്തിട്ട് ആളുകൾക്ക് കൊടുത്തു, നമുക്ക് അമല് തീർന്നു പോയി. ഇനി വാങ്ങാൻ ആളുകൾ നിൽക്കുമ്പോൾ റസൂല് പഠിപ്പിക്കുകയാണ്, കൊടുക്കാൻ അമലില്ല, വാങ്ങാൻ ആളുണ്ട്. ആ വാങ്ങാൻ വന്ന് നിൽക്കുന്നവരുടെ സർവ്വ തിന്മകളും ഈ മനുഷ്യന്റെ മുകളിൽ ചാർത്തി കൊടുക്കുമെന്ന്, ഇവന്റെ അക്കൗണ്ടിൽ ചേർത്ത് കൊടുക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചില്ലേ? അങ്ങനെ ഒരുപാട് നിസ്കാരവുമായി, നോമ്പുമായി, ദാനധർമ്മവുമായി, സക്കാത്തുമായി, തസ്ബീഹുമായി, തംജീദുമായി, തക്ബീറുമായി, തഹ്ലീലുമായി, സ്വലാത്തുമായി, ദിക്റുമായി, പെണ്ണുങ്ങളെ കെട്ടിച്ചതുമായി, ആൺകുട്ടികൾക്ക് സഹായിച്ചതുമായി, രോഗികൾക്ക് സഹായിച്ചതുമായി, ചാരിറ്റി പ്രവർത്തനങ്ങളുമായി പരലോകത്ത് വരുമ്പോ മറ്റുള്ളവരെ ആക്ഷേപിച്ചതിന്റെ പേരിൽ ഇതെല്ലാം വീതിച്ചു കൊടുത്തിട്ട് പാപ്പരായി മാറുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇത്രയും രാവും പകലും ഇല്ലാതെ അധ്വാനിച്ചിട്ട് കുറെ നിസ്കരിച്ചു, കുറെ നോമ്പ് പിടിച്ചു. പക്ഷെ എന്താ കാര്യം? ആളുകൾ കൊണ്ടുപോയി. അതുകൊണ്ട് എന്ത് സൂക്ഷിക്കണം? നാവിനെ സൂക്ഷിക്കണം. അള്ളാഹു നമുക്ക് അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്ക് കഴിയില്ല. എന്തുകൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, ഒരു തത്വജ്ഞാനി പറഞ്ഞതുപോലെ, ഒരു ചിന്തകൻ പറഞ്ഞത് എന്താണ്? ഞാൻ നിശബ്ദനായതിന്റെ പേരിൽ ഇന്നുവരെ വിഷമിക്കേണ്ടി വന്നിട്ടില്ല. ഞാൻ മൗനം അവലംബിച്ചതിന്റെ പേരിൽ ഇന്നുവരെ ഞാൻ ദുഃഖിക്കേണ്ടി വന്നിട്ടില്ല. പക്ഷേ ഞാൻ സംസാരിച്ചതിന്റെ പേരിൽ പലപ്പോഴും വേദനിച്ചിട്ടുണ്ട്. എന്താ കാര്യം?
എന്താ കാര്യം? അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ ഇത്തഖുല്ലാഹ വഖൂലൂ ഖൗലൻ സദീദാ. യാ അയ്യുഹല്ലദീന ആമനൂ ഇത്തഖുല്ലാഹ വഖൂലൂ ഖൗലൻ സദീദാ. അല്ലാഹു വിളിച്ചത് മുഅ്മിനീങ്ങളെ എന്ന്. ഈ പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്ന നിസ്കാരത്തഴമ്പുള്ള തൊപ്പി വെച്ച ദാടി വെച്ച എന്റെ പ്രിയപ്പെട്ട ഈമാനുള്ള വിശ്വാസികളായ സുഹൃത്തുക്കള്, അല്ലാഹു വിളിച്ചത് നിങ്ങളെയാണ്, എന്നെയാണ് അല്ല വിളിച്ചത്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ഇത്തഖുല്ലാഹ്, നിങ്ങൾ സൂക്ഷിച്ചു ജീവിക്കണേ, നിങ്ങൾ തഖ്വയുള്ളവരാകണേ. എന്നിട്ട് അല്ലാഹു രണ്ടാമത് പറഞ്ഞത്, വഖൂലൂ ഖൗലൻ സദീദാ, നിങ്ങൾ നല്ലത് പറയണേ, നിങ്ങൾ നല്ല കാര്യങ്ങൾ പറയണേ. സഹോദര സഹോദരി, അല്ലാഹു വിളിച്ചത് ആരെയാണ്? മുഅ്മിനീങ്ങളെ എന്ന്. എന്നിട്ട് പറഞ്ഞത് തഖ്വ വേണമെന്ന്, എന്നിട്ട് പറഞ്ഞത് നാവിനെ സൂക്ഷിക്കണമെന്ന്. നിങ്ങൾക്ക് ഇതിന്റെ അർത്ഥം മനസ്സിലായോ? ഈ ഖുർആൻ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾക്ക് തിരിഞ്ഞോ? എന്താ ഖുർആൻ പറഞ്ഞത്? മുഅ്മിനീങ്ങളെ നിങ്ങൾ തഖ്വ വേണം, നാക്ക് നന്നാക്കണം എന്ന് പറഞ്ഞ കാരണം എന്താ? ഒന്ന് ചിന്തിക്ക്, ഇങ്ങനെയാണ് ഖുർആൻ പഠിക്കേണ്ടത്, ഇങ്ങനെയാണ് ഖുർആൻ ചിലർ പറയും, ഞങ്ങൾ ഖുർആൻ മുറുകെ പിടിക്കേണ്ടവരാ. എടാ, മുറുകെ പിടിക്കേണ്ട, നിവർത്തി വെച്ചിട്ടൊന്ന് വായിച്ചു പഠിക്കും. അല്ലാഹു ഭാഗ്യം തരട്ടെ. എന്റെ സഹോദരങ്ങളെ, ഖുർആൻ പഠിക്കേണ്ടത് ഇങ്ങനെയാണ്. മുഅ്മിനീങ്ങളെ എന്ന് വിളിച്ചുകൊണ്ട് അല്ലാഹു പറഞ്ഞു, ഇത്തഖുല്ലാഹ വഖൂലൂ ഖൗലൻ സദീദാ, നിങ്ങൾ തഖ്വയുള്ളവരാകണം, നല്ല വർത്തമാനം നിങ്ങൾ പറയുകയും വേണം. എന്ന് പറഞ്ഞാൽ ഈമാനുള്ളവർക്ക് തഖ്വയുണ്ടാകൂ, തഖ്വയുള്ളവർക്ക് നാക്കിനെ നന്നാക്കാൻ പറ്റൂ. നാവിനെ നന്നാക്കുന്നവനെ തഖ്വയുണ്ടാവൂ, തഖ്വയുള്ളവനെ മുഅ്മിനാവൂ. അങ്ങനെ നമുക്ക് വായിക്കാം. ചുരുക്കത്തിൽ, നാവ് കൊണ്ട് എന്തെങ്കിലും ആളുകളെ ആക്ഷേപിച്ച് വിമർശിച്ച് വെറുതെ നിസ്കാരം കളയുന്നവന് തഖ്വയില്ല, തഖ്വയില്ലാത്തവന് ഈമാനും ഇല്ല. അങ്ങനെ നോക്കുന്നെങ്കിൽ നമ്മളൊക്കെ ഏത് വിഭാഗത്തിൽ പെടും? അള്ളാഹു നമ്മളെ നന്നാക്കട്ടെ. അതുകൊണ്ട് അതിനാണ് ഈ വഅള് വെക്കുന്നത്. ഈ ഫുട്ബോൾ തട്ടാൻ വേണ്ടി പോയാൽ അതൊന്നും പഠിക്കാൻ പറ്റൂല, അതൊന്നും പഠിക്കാൻ പറ്റൂല. അതുകൊണ്ട് വഅളിന്റെ സരസിൽ പോയിരുന്ന് പഠിക്കണം. അവസാനം അവിടെ ചെന്ന് പടച്ചോ മലക്കുകളെല്ലാം അവിടെ ചുരുട്ടിക്കൂട്ടി നരകത്തെരിയുമ്പോ, എന്റെ പൊന്നു പടച്ചോനെ, ഫുട്ബോളും വേണ്ട, വോളിബോളും വേണ്ട, ക്രിക്കറ്റും വേണ്ട, ഷട്ടിലും വേണ്ട, ഒന്നും വേണ്ട, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പഠിച്ച് ഒന്ന് നിസ്കരിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അള്ളാഹു ചോദിക്കും, എടാ നിനക്ക് ഒരുപാട് അവസരങ്ങൾ തന്നില്ലേ, അവസരങ്ങൾ ഒരുപാട് നിനക്ക് കിട്ടിയില്ലേ, നീ നന്നായില്ലല്ലോ, ഇനി നീ ഒന്നും പറയണ്ട എന്ന് പടച്ചവൻ പറഞ്ഞാൽ, എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് മറുപടിയൊന്നുമില്ല. അതുകൊണ്ട് ഗൗരവത്തോടുകൂടി കേട്ടോളി. അല്ലാഹു പറഞ്ഞു, തഖ്വ വേണം, നിങ്ങൾ നാവും നന്നാക്കുക. എന്തുകൊണ്ടെന്നറിയോ? ഹൃദയവും നാക്കും തമ്മിലൊരു ബന്ധമുണ്ട്. എന്ത് ബന്ധമാണ്? സമയമായില്ലല്ലോ, ആയാ? നാവും ഹൃദയവും തമ്മിലൊരു ബന്ധമുണ്ട്. എന്തെന്നറിയോ? മഹാനായ ഹസൻ ബസരി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, മഹാനായ ഹസനുൽ ബസരി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, സഹോദരങ്ങളെ, ഇന്ന ലിസാനൽ ഹകീമി മിൻ വറാഇ ഖൽബിഹി, ബുദ്ധിമാന്റെ നാക്ക് ഹൃദയത്തിന്റെ പിന്നിൽ ഒളിച്ചിരിക്കുകയാ. ബുദ്ധിമാനാണോ അവന്റെ നാവ് ഹൃദയത്തിന്റെ പിന്നിൽ ഒളിച്ചിരിക്കുകയാ. എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പറയണമെന്ന് കരുതിപ്പോയാ അവന് ഹൃദയത്തോട് 1000 വട്ടം ചോദിക്കും, ഞാനത് പറയട്ടെ, ഇത് പറയാൻ കൊള്ളുന്നതാണോ? അറിഞ്ഞതേ പറയാവോ? പറഞ്ഞത് മുഴുവനും അറിയണം, അറിഞ്ഞത് മുഴുവനും പറയരുത്, അറിഞ്ഞത് മുഴുവനും പറയരുത്, പറഞ്ഞത് മുഴുവനും അറിയണം. എന്ന് പറഞ്ഞാൽ നീ പറയുന്നത് നീ അറിഞ്ഞിരിക്കണം, പക്ഷേ നീ അറിഞ്ഞതെല്ലാം പറയാൻ നടക്കരുത്. നിന്റെ ഹൃദയത്തോട് നിന്റെ നാവ് ചോദിക്കണം, ഇത് പറഞ്ഞ പ്രശ്നം വല്ലതും ഉണ്ടോ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവോ? ഹൃദയം അനുവാദം തന്നാൽ ധൈര്യമായിട്ട് പറയണം. ഇത് ബുദ്ധിമാന്റെ അടയാളമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, മൗനം വിദ്വാന് ഭൂഷണം. സംസാരം എന്നത് വെള്ളിയായാൽ തന്നെ മിണ്ടാതിരിക്കല് സ്വർണമാണേ പൊന്നേ. സംസാരം എന്നത് വെള്ളിയായാൽ തന്നെ മിണ്ടാതിരിക്കല് സ്വർണമാണ് പൊന്നേ. മഴുവിന്റെ വെട്ടാലുള്ളതെന്നും തുച്ഛമാ, നാവിന്റെ വെട്ടാലുള്ളതെന്നും മെച്ചമാ. മുതുകത്ത് വാള് കൊണ്ടൊരു വെട്ടുവെട്ടി കൊടുത്താൽ
10 മിനിറ്റ് കൊണ്ട് ഹോസ്പിറ്റലിൽ, നല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ കുത്തിത്തച്ച് റെഡിയാക്കി ആ വെട്ടില്ലാത്തതുപോലെ ആക്കി തരും. അതാണ് പുതിയ ശാസ്ത്രലോകം, അതാണ് പുതിയ ലോകം. 2020 തലമാറ്റിവെക്കൽ ശസ്ത്രക്രിയ വരാൻ പോവാൻ ചരിത്രത്തിൽ ആദ്യത്തെ സംഭവമാണ്. കഴുത്തിന് താഴോട്ട് തളർന്നു കിടക്കുന്ന ഒരാള്, കഴുത്തിന് താഴോട്ട് ചലനമുണ്ട്, തല തളർന്നു പോയ ഒരാള്, അയാളുടെ തലയെടുത്ത് ഈ കഴുത്തിൽ വെച്ചു കൊടുക്കുകയാണ്. 40 ഡോക്ടർമാര് 20 ദിവസത്തെ പരിശ്രമത്തിന്റെ പരിസമാപ്തിയിൽ അത് യാഥാർത്ഥ്യമാക്കും എന്ന് 2020 സംഭവിക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അതിന്റെ പരിശോധനകളും ടെസ്റ്റുകളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെയല്ല, പടിഞ്ഞാറൻ രാജ്യത്ത്. ഭൂമിയിലെ ആദ്യത്തെ സംഭവമാണ് തലമാറ്റിവെക്കൽ. കിഡ്നി മാറ്റി വെച്ചിട്ടുണ്ട്, കരള് മാറ്റി വെച്ചിട്ടുണ്ട്, കൈ മാറ്റി വെച്ചിട്ടുണ്ട്, കണ്ണ് മാറ്റി വെച്ചിട്ടുണ്ട്, ഹൃദയം മാറ്റി വെച്ചിട്ടുണ്ട്, പലതും മാറ്റി വെച്ചിട്ടുണ്ട്. പക്ഷെ തലമാറ്റിവെക്കൽ ആദ്യമാണ്. തലമാറ്റിവെക്കൽ ശസ്ത്രക്രിയ 2020 വരാൻ പോവാണ്. വജ്ര കത്തി വെച്ചിട്ടാ മുറിക്കുന്നതിന്. ആലോചിച്ച് നോക്കേ, സുബ്ഹാനല്ലാഹ്, എന്ത് കണ്ടുപിടുത്തം. മംഗലാപുരം 67 കിലോമീറ്റർ കഴിഞ്ഞാൽ മംഗലാപുരമായി. മംഗലാപുരത്തെ കസ്തൂർബ മെഡിക്കൽ കോളേജ് അല്ലേ, അത് മണിപ്പാലിലാണ് അതിന്റെ ഹെഡ് ഓഫീസ്. അവിടുത്തെ നല്ല ഒരു മിടുക്കനായ ഡോക്ടർ, അദ്ദേഹം റോഡിലൂടെ വാഹനം ഓടിച്ചു പോയ, 2 വീലർ ഓടിച്ചു പോയ ഒരു സഹോദരൻ അപകടത്തിൽപ്പെട്ടവന്റെ ലിംഗം തെറിച്ചു പോയപ്പോൾ ആളുകൾ പെട്ടെന്ന് എടുത്തുകൊണ്ടുവന്ന് ആശുപത്രിയിൽ കൊണ്ടുചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് വരി, നിങ്ങൾക്ക് റെഡിയാക്കി തരാമെന്ന് പറഞ്ഞു. പെട്ടെന്ന് അവനെ ആശുപത്രിയിൽ തിയേറ്ററിൽ കയറ്റിയിട്ട് അവന്റെ വിരലൊരെണ്ണം മുറിച്ചു ലിംഗമാക്കി വെച്ചു കൊടുത്തു. എന്റെ സഹോദരങ്ങളെ, ഇത് ശാസ്ത്രത്തിന്റെ പുരോഗമനമാണ്. അതുകൊണ്ട് മുതുകത്ത് വെട്ട് കിട്ടിയവന് അരമണിക്കൂർ കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഇല്ല. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കള് ഫൈസൽ സാഹിബ് ഇരിപ്പുണ്ട്, ഇക്ബാൽ ഇരിപ്പുണ്ട്, റമീസ് ഉണ്ട്, പലരും ഉണ്ട്. അറിയാം, എന്റെ ഉമ്മക്ക് കഴിഞ്ഞ റമദാനിൽ ഒരു സർജറി വേണമെന്ന് പറഞ്ഞു. 13 ലക്ഷം രൂപ വേണം. കോയിലാണ്. എവിടെയെങ്കിലും ചെറിയ ഹോൾ ഇട്ടിട്ട് തലച്ചോറിൽ അനോറിസം എന്ന് പറയുന്ന ഒരു ചെറിയ രക്തക്കുമിള വന്നിട്ട് പൊട്ടിയാൽ അപകടമാണെന്ന് പറഞ്ഞപ്പോ അതിന് പുതിയൊരു സംവിധാനം ഡോക്ടറെ വിളിച്ചിരുത്തിയിട്ട് ശ്രീചിത്രയിലെ ഡോക്ടർ പറഞ്ഞു, 13 ലക്ഷം രൂപ ചെലവ് വരും, നമുക്ക് ഒരു വേദന ഉണ്ടാവൂല, പുറത്തൊരു മുറിവ് ഉണ്ടാവൂല. ഞാൻ ചോദിച്ചു, അത് എങ്ങനെയാണെന്ന് വരച്ചു തരാൻ പറഞ്ഞു. ഒന്ന് വരച്ച് കാണിച്ചു തരാൻ പറഞ്ഞു. 13 ലക്ഷം രൂപ കിട്ടുന്നതല്ലേ, അവര് വരയ്ക്കും, വേണമെങ്കിൽ അത് കാണിച്ചു തരും. അങ്ങനെ വരച്ച് കാണിച്ചു തന്നു. എങ്ങനെയാന്ന് നോക്കുമ്പോ ചെമ്പ് കമ്പി, വളരെ കട്ടി കുറഞ്ഞ ചെമ്പ് കമ്പി ഏതെങ്കിലും ഒരു ഭാഗത്തൊന്ന് ചെറുതായിട്ടൊരു കീ ഹോൾ ഒരു ചെറിയ ദ്വാരമിട്ട് അതുവഴി കയറ്റിയിട്ട് നേരെ കൊണ്ടുവന്ന് ഈ പറയുന്ന രക്തക്കുമിളയെ അങ്ങ് ചുറ്റിവെക്കും. അപ്പൊ അത് പൊട്ടൂല. 13 ലക്ഷം രൂപയേ ഉള്ളൂ. അതല്ലാതെ വേറെ മാർഗം വല്ലതുണ്ടോ? ഉണ്ട്. എന്താണ്? തലമുടി മുഴുവനും മൊട്ടയടിക്കുക, എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ കീറുക, എന്നിട്ട് തലയോട്ടി പതുക്കെ തേങ്ങ ഉടച്ചു മാറ്റും പോലെ മാറ്റുക, അതിനകത്ത് വെച്ച് കത്രിക കൊണ്ട് അത് വെട്ടിയെടുത്ത് കളയുക, ബാക്കി പിടിച്ച് കെട്ടിയിടുക. ഓപ്പൺ സർജറി. ഇത് എത്ര രൂപ ആവും? അതൊരു 3 ലക്ഷം രൂപയാവും. എന്നാലോചിച്ച് നോക്കി. പൈസ ഉള്ളവനാണെങ്കിൽ ഒരു കുഴപ്പമില്ല. എവിടെ ഹോസ്പിറ്റലില് സർജറി കഴിഞ്ഞു, ദാ വീട്ടിൽ കൊണ്ടുവന്നു. ആളുകൾ വരുമ്പോ ഇങ്ങനെയൊക്കെ നോക്കാണ്, എവിടാണ് മുറിവ്? തലയിലല്ലേ ഓപ്പറേഷൻ നടന്നത്, അപ്പോ മുറിവ് കാണൂല. എന്താ കാര്യം? എവിടെയോ ഒരു ചെറിയ കീ ഹോൾ. എന്ത് ലോകമാണ് എന്റെ സഹോദരങ്ങളെ, എന്ത് പുരോഗമനമാണ്. പക്ഷേ ഞാൻ നിങ്ങളിൽപ്പെട്ട ഒരാളെ, ബഹുമാനപ്പെട്ട ഈ സദസ്സിരുന്ന ആരെങ്കിലും ഒരാളെ, അല്ലെങ്കിൽ എന്നെ ആരെങ്കിലും ഈ നാട്ടിൽ ഒരാള് മോശമായൊരു വർത്താനം പറഞ്ഞാൽ ഏത് സർജറിക്ക് അതിനെ മാറ്റാൻ കഴിയും എന്റെ മനസ്സിൽ നിന്ന്? അതാണ് പറഞ്ഞത്, മഴുവിന്റെ വെട്ടാൽ ഉള്ളതെന്നും തുച്ഛമാ, നാവിന്റെ വെട്ടാൽ ഉള്ളതെന്നും മെച്ചമാ. ഒരുത്തന്റെ വായിന്ന് പുറത്തു വന്ന വാക്കിനെ ഒരിക്കലും ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റിക്കും, ഒരു മണിപ്പാലിലും, ഒരു ഉടുപ്പിയിലും, ഒരു കാസർഗോഡും, ഒരു സ്ഥലത്തെ ചികിത്സയ്ക്കും അതിനെ മുറിവണക്കാൻ പറ്റൂല കൂട്ടരെ. അതുകൊണ്ട് നാവിനെ സൂക്ഷിക്കണമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് ബുദ്ധിമാനാണോ അവന്റെ ഹൃദയത്തിന്റെ പിന്നിലാണ് ഈ നാം വിളിച്ചിരിക്കുന്നത്. എന്ത് പറയാൻ ഒരുങ്ങിയാലും
ഹൃദയത്തോട് ചോദിക്കും, മിണ്ടട്ടോ, കുഴപ്പമൊന്നുമില്ലല്ലോ, ഇല്ല ധൈര്യമായിട്ട് പറഞ്ഞോ, അപ്പോഴാണ് സംസാരിക്കുന്നത്. അതൊക്കെ ഇതിനിടയിൽ നടക്കുന്ന കാര്യമാണ്. ഇനി വിഡ്ഢിയെ പറ്റിയോ, ഇന്നലെ ജാഹില ഖൽബുഹു ഫീ തുറഫി ലിസാനിഹി, പമ്പര വിഡ്ഢിയാണെങ്കിൽ അവന്റെ നാവിന്റെ അഗ്രഭാഗത്താണ് അവന്റെ ഹൃദയമുള്ളത്. ബുദ്ധിമാന്റെ ഹൃദയത്തിന്റെ പിന്നിലാണ് നാക്ക്. വിവരം കെട്ടവന്റെ നാക്കിന്റെ ഈ അഗ്രഭാഗത്താണ് അവന്റെ ഹൃദയം. പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ പറയും, പിന്നീട് പറയും, അളിയാ മാപ്പാക്കിത്ത, ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ. അത് വിഡ്ഢിയുടെ അടയാളമാണ്. അതുകൊണ്ട് നാളെ ഒഴിവ് കഴിവുകൾ പറയേണ്ടി വരുന്ന ഒരു സംസാരവും പാടില്ല. നാളെ പൊരുത്തം ചോദിക്കേണ്ടി വരുന്ന ഒരു സംസാരവും പാടില്ല. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇന്ന് മരിച്ചവരെ പോലും വിടൂലെന്നേ, മരണപ്പെട്ട പോലും ആളുകൾ വിടൂല. ചിലര് പറയണ കേട്ടിട്ടില്ലേ, ആള് മരിച്ചുപോയി, അള്ള പുറത്തു കൊടുക്കട്ടെ, ഗീബത്താണൊന്നും പറഞ്ഞുകൂടാ എന്ന് പറഞ്ഞിട്ട് അരമണിക്കൂർ വീണ്ടും പറയും. മരണപ്പെട്ടു പോയ ആളാണ്, ഒന്നും പറഞ്ഞുകൂടാ, അള്ള മാപ്പ് കൊടുക്കട്ടെ, മാപ്പ് തരട്ടെ, പടച്ചോൻ ഖബർ വിശാലമാക്കട്ടെ, അല്ലാഹു മഗ്ഫിർ ലഹു എന്ന് പറഞ്ഞിട്ട് ബിസ്മില്ലാഹിൽ തുടങ്ങും അങ്ങോട്ട്. പ്രസംഗിക്കുന്നവൻ റബ്ബി ഇശ്റഹ് ലി പറയും പോലെയാണ് മരിച്ചവനെ പരദൂഷണം പറയാൻ വേണ്ടിയിട്ട് അല്ലാഹു മഗ്ഫിർ ലഹു അത് പറഞ്ഞാൽ പിന്നെ ബാക്കിയെല്ലാം കഴിഞ്ഞെന്നാണ്. മരിച്ചുപോയ ഒരാളെ പറ്റിയിട്ട് നമ്മൾ ഒന്നും പറയാൻ പാടില്ല. കാരണം എന്താണ്? അവന്റെ കാര്യം അള്ളാഹുവിന് മാത്രമേ അറിയൂ. ജീവിച്ചിരിക്കുമ്പോഴൊന്നും പറയണ്ട, മരിച്ചാലൊന്നും പറയണ്ട. മനുഷ്യനെ പറ്റി ആർക്ക് എന്തറിയാം സഹോദരങ്ങളെ? ആർക്കും ആരെപ്പറ്റി ഒന്നും അറിയാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മുടെ ജോലി, നീ തിന്നുക, കുടിക്കുക, ഉറങ്ങുക, നിസ്കരിക്കുക, എന്തെങ്കിലും കൊടുക്കുക, കിട്ടുന്നെങ്കിൽ വാങ്ങുക, മര്യാദയ്ക്ക് വീട്ടിൽ പോവുക. ഇതാണ് ചെയ്യേണ്ടത്. അല്ലാതെ അവന്റെ വായിലും നോക്കി, എവന്റെ ഇവിടെയും നോക്കി, അവിടെ ചെന്ന് പരാതിയും പറഞ്ഞ്, എവനെ പറ്റി പരദൂഷണവും പറഞ്ഞ് നടന്ന ഇതൊന്നും നമ്മളെ ഏൽപ്പിച്ച ജോലിയെ പിന്നെന്തിനുള്ള മലക്കുകളാക്കിയിരിക്കുന്നത്? ഇപ്പൊ ഒളിഞ്ഞു നോക്കുകയാണ് ഓരോരുത്തര്. എന്താ ചെയ്യുന്നത്? അവൻ എങ്ങനെ പോകുന്നു, അവൻ എങ്ങനെ ഇരിക്കുന്നു, അവൻ എങ്ങനെ തിന്നുന്നു, ഇതൊക്കെ നോക്കുന്നു. ഇങ്ങനെ നോക്കുന്ന അപ്പൊ മലക്കയുടെ ഡ്യൂട്ടി എന്താ? കിറാമും കാത്തിബീങ്ങളുണ്ട്, ഹഫളത്തുണ്ട്, റഖീബ് അതീദുണ്ട്. പിന്നെ എവരുടെ ഡ്യൂട്ടി എന്താ? ഇതെല്ലാം നമ്മൾ അങ്ങ് ഏറ്റെടുത്താൽ എന്നാ പിന്നെ അള്ളാഹ് നമ്മൾ അങ്ങ് ഏൽപ്പിച്ചാൽ പോരായിരുന്നോ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ആരെ പറ്റി നമ്മൾ പറയേണ്ട, പ്രത്യേകിച്ച് മരിച്ചവരെ പറ്റി എന്ന് മരണപ്പെട്ടവരെ പോലും വിടുന്നില്ല, ഇല്ലേ? ഒരു സംഭവം നിങ്ങൾ കേട്ടോളി. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി മദീനയിൽ ഒരു സംഭവം നടന്നു. ഇമാം മാലിക് തങ്ങളുടെ കാലഘട്ടത്തിൽ. സഹോദരിമാർ പ്രത്യേകം കേട്ടോളി. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ കാലമാണ്. മദീനയിൽ ഒരു സംഭവം നടക്കുകയാ. ആ സംഭവം എന്തെന്നറിയോ? ഒരു പെണ്ണ് മരണപ്പെട്ടു. ആ പെണ്ണ് മരണപ്പെട്ടപ്പോൾ പെണ്ണുങ്ങളാണ് മയ്യത്ത് കുളിപ്പിക്കേണ്ടത്. സ്ത്രീകൾ മരണപ്പെടുമ്പോൾ സ്ത്രീകളാണല്ലോ മയ്യത്ത് കുളിപ്പിക്കേണ്ടത്. അങ്ങനെ ഒരു സ്ത്രീ മരണപ്പെട്ടപ്പോൾ അടുത്തുള്ള 2-3 സ്ത്രീകൾ മയ്യത്ത് കുളിപ്പിക്കാൻ അകത്ത് കയറി. സുബ്ഹാനല്ലാഹ്. മയ്യത്ത് കുളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ ആണുങ്ങൾ മയ്യത്തിന്റെ കഫൻ പുടവ എടുത്ത് വിരിച്ചിട്ട് മയ്യത്ത് കുളിപ്പിച്ച് പെണ്ണുങ്ങള് സ്ത്രീകള് മയ്യപ്പ് തരുമ്പോ ആ മയ്യത്ത് തുണിയിലേക്ക് വാങ്ങി പൊതിഞ്ഞെടുത്ത് ഖബറിലേക്ക് കൊണ്ടുപോകാൻ കാപ്പ് ചെറുപ്പക്കാര് പുറത്തു നിൽക്കുകയാ. ആ സമയത്താണ് പെണ്ണിന്റെ മയ്യത്ത് കുളിപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന ആ മയ്യത്ത് കുളിപ്പിക്കുന്ന പുരയിൽ നിന്ന്, വീട്ടിൽ നിന്ന്, റൂമിൽ നിന്ന്, ഭാഗത്ത് നിന്ന് ഒരു വല്ലാത്ത നിലവിളി കേൾക്കുകയാ. എല്ലാ സ്ത്രീകളും ഓടിയടുത്ത് ചെല്ലുമ്പോ ഒരു വല്ലാത്ത അത്ഭുതം കാണുകയാ. എന്താണ് അത്ഭുതമെന്നറിയോ സഹോദരങ്ങളെ? മയ്യത്ത് കുളിപ്പിച്ചുകൊണ്ടിരുന്ന ആ പെണ്ണുണ്ടല്ലോ, ആ പെണ്ണിന്റെ കൈ ആ മയ്യത്തിന്റെ ഔറത്തിലേക്ക് ഒട്ടിയിരിക്കുകയാ. ആ മയ്യത്തിന്റെ ശരീരത്തിന്റെ രഹസ്യ അവയവത്തിൽ ഇങ്ങനെ ഒട്ടിച്ചേർന്നിരിക്കുകയാണ്. മയ്യത്ത് കുളിപ്പിച്ച പെണ്ണിനെ കൈമാറ്റാൻ കഴിയുന്നില്ല. മയ്യത്ത് ഇങ്ങനെ മരിച്ച് കുളിപ്പിക്കാൻ വേണ്ടി കിടത്തിയിരിക്കുകയാ. അതിന്റെ രഹസ്യ ഭാഗത്തേക്ക്, ഗുഹ്യാവയവത്തിലേക്ക് ഇങ്ങനെ കൈ ചേർന്നിരിക്കുകയാ. ആ സമയത്താണ് സഹോദരങ്ങളെ പെണ്ണുങ്ങളോടി അടുത്ത് വന്നു. അവര് പറഞ്ഞു, ഇനി എന്തു ചെയ്യാനാ? എന്താ സംഭവിച്ചത് അറിയില്ല. ആ സമയത്താണ് പെണ്ണുങ്ങൾ, ബുദ്ധി കുറവാണല്ലോ പെണ്ണുങ്ങൾക്ക്, സ്ത്രീകൾക്ക് ബുദ്ധി കുറവാണെന്ന് പറഞ്ഞത് പനവൂരിൽ നിന്ന് പ്രസംഗിക്കാമെന്ന നവാസ് മന്നാനിയല്ല. ആരാണ് പറഞ്ഞത്? സോഹിബേ ഹബീബേ നബി മുഹമ്മദ് മുസ്തഫ. നാഖിസാത്തുൽ അഖ്ലി വദ്ദീനി. ദീനും കുറവാണ്, ബുദ്ധിയും കുറവാണ്. ദീന് കുറവെന്ന് പറഞ്ഞാൽ ചുമ്മാറയല്ല. മാസത്തില് ഒരാഴ്ച അവർക്ക് നിസ്കരിക്കാൻ പറ്റൂല. ഒരു മാസത്തെ നോമ്പിൽ 23 നോമ്പേ അവർക്ക് പിടിക്കാൻ പറ്റൂ. ദീൻ അതുകൊണ്ട് കുറവാണ്, ബുദ്ധി കുറവാണ്. പിറ കണ്ടോ എന്ന് കാഞ്ഞങ്ങാട് കാളി പറഞ്ഞാലൊക്കെ കാളിയുടെ മുന്നിൽ വന്ന്, ചിറ്റാരിയിലുള്ള ഒരാൾ വന്ന് കാഞ്ഞങ്ങാട് കാളി ഇഫ്രീത്തങ്ങളാണ് അല്ലെ, ഇഫ്രീത്തങ്ങളോട് വന്നിട്ട് കാഞ്ഞങ്ങാടുള്ള ഒരാണ് പറഞ്ഞു, തങ്ങളെ
ഞാൻ വീടിന്റെ പുറത്ത് നിൽക്കുമ്പോ പുറ കണ്ടു. ജിഫ്രി തങ്ങൾ ഉടനെ അറിയിപ്പ് കൊടുക്കുന്നു, നാളെ നോമ്പ് ഇല്ലെങ്കിൽ നാളെ പെരുന്നാള്, കുഴപ്പമില്ല. പക്ഷെ ഒരു പെണ്ണാണ് വന്ന് പറഞ്ഞത്. ഒരു പെണ്ണ് വന്നിട്ട് പറഞ്ഞു, തങ്ങളെ ഞാൻ പറയാണ്ടു ഓടി, ഒരാളെ കൂടെ കൊണ്ടുപോവാ. 2 പെണ്ണുങ്ങൾ വേണം, 2 പെണ്ണുങ്ങൾ വേണം. ഒരു ആണിന്റെ സ്ഥാനത്ത് 2 പെണ്ണാണ്. കാരണം അവർക്ക് ബുദ്ധി കുറവാണ്. സഹോദരങ്ങളെ, ഇമാം മാലിക്കിന്റെ കാലത്ത് ഈ മയ്യത്ത് കുളിപ്പിച്ചുകൊണ്ടിരുന്ന ആ പെണ്ണിന്റെ രഹസ്യാവയവത്തിൽ കൈയൊട്ടിപ്പോയ ആ പെണ്ണിന്റെ അടുത്ത് വന്ന് പെണ്ണുങ്ങൾ പറഞ്ഞിരുന്നെന്നറിയോ, ഒന്നുകിൽ ആ പെണ്ണിന്റെ കൈ മുറിക്ക, അല്ലെങ്കിൽ മയ്യത്തിന്റെ ഔറത്തങ്ങ് മുറിച്ചെടുക്ക. ആ സമയത്ത് ആണുങ്ങൾ ഇടപെട്ടു. ആണുങ്ങൾ വന്നിട്ട് പറഞ്ഞു, അങ്ങനെയല്ല, പള്ളിയിലെ ഇമാമുണ്ടല്ലോ, പള്ളിയിലെ ആലിമുണ്ടല്ലോ. ആരാണ്? ഇമാം മാലിക് റഹ്മത്തുള്ളാഹ്. ഇമാം മാലിക് ഓടി വന്നു, മറയുടെ പിന്നിൽ നിന്ന് വിളിച്ചു ചോദിച്ചു, പെണ്ണെ എന്താ സംഭവിച്ചത്? ആ പെണ്ണ ആ സമയത്ത് പറഞ്ഞിരുന്നെന്നറിയോ, കൈഗുഹ്യമിൽ വെച്ചിട്ട് ഞാൻ പറയുന്നതായി റബ്ബോട് മാറ്റം ചെയ്തതാണിത് ദീർഘമായി. സഹോദരങ്ങളെ, ആ പെണ്ണ് മയ്യത്തിന്റെ തലയിൽ വെള്ളമൊഴിച്ച് തല കഴുകിയിട്ട് കഴുത്തിന്റെ ഭാഗം വന്ന് നെഞ്ചിന്റെ ഭാഗം വന്ന് കഴുകി അവസാനം വയറിന്റെ ഭാഗമെത്തിയിട്ട് രഹസ്യഭാഗത്തേക്ക് വെള്ളമൊഴിച്ചിട്ട് ആ പെണ്ണ് മെല്ലെ പറഞ്ഞിരുന്നെന്നറിയോ, ഈ പെണ്ണ് ഈ അവയവം വെച്ച് അള്ളാനോട് എത്രയോ വട്ടം ഹറാം ചെയ്തിട്ടുണ്ട്. ഈ അവയവം വെച്ച് നാട്ടിലെ ചെറുപ്പക്കാരെ പിഴപ്പിച്ചിട്ടുണ്ട് ഈ പെണ്ണ് എന്ന് പറഞ്ഞപ്പോൾ അപവാദമാ. ഓ പെണ്ണിന്റെ കൈയങ്ങ് ഒട്ടിപ്പോ. സഹോദരങ്ങളെ, മോഹിനി എന്ന് പറയുന്ന ഒരു ഗ്രന്ഥത്തിൽ ഈ സംഭവം കൊടുത്തിട്ടുണ്ട്. ആ സമയത്ത് ഇമാം മാലിക് പെട്ടെന്ന് പറഞ്ഞിരുന്നെന്നറിയോ, ഒരു വലിയ കമ്പെടുത്ത് കൊണ്ടുവരിക, പെണ്ണിന്റെ കൈ മുറിക്കണ്ട, മയ്യത്തിന്റെ രഹസ്യഭാഗം മുറിക്കണ്ട, കമ്പെടുത്ത് കൊണ്ടുപോ. ചാട്ടവാറ് കൊണ്ടുവന്നു. ഈ അപവാദം പറഞ്ഞ പെണ്ണിനെ 80 അടി അടിക്കണേ. അങ്ങനെ ആ പെണ്ണിനെ അടിക്കാൻ തുടങ്ങി. 10 കഴിഞ്ഞു, 20 കഴിഞ്ഞു, 30 കഴിഞ്ഞു, 40 കഴിഞ്ഞു, 50 കഴിഞ്ഞു, 60 കഴിഞ്ഞു, 70 കഴിഞ്ഞു, 75 കഴിഞ്ഞു, 78 കഴിഞ്ഞു, 79ലും കൈമാറിയില്ല. 80ാമത്തെ അടിയങ്ങടിച്ചപ്പോൾ ആ പെണ്ണിന്റെ രഹസ്യഭാഗത്തിനും മയ്യത്തിന്റെ രഹസ്യഭാഗത്തിനും ആ പെണ്ണിന്റെ കൈയങ്ങ് മാറി. സഹോദരിമാരെ, പഠിക്കണേ, വലിയ പാഠമാണ്. നാവ് കൊണ്ടുള്ള ദ്രോഹം വല്ലാത്ത ദ്രോഹമാ. കൈ കൊണ്ടടിച്ചാൽ പൊറുക്കും, പക്ഷേ നാവ് കൊണ്ടുള്ള ആക്ഷേപം പൊറുക്കൂല. വാട്സപ്പും ഫേസ്ബുക്കും അതിനു വേണ്ടി വിനിയോഗിക്കല്ലേ. വാട്സപ്പ് ഫേസ്ബുക്കും മോശമാണെന്ന് എനിക്ക് അഭിപ്രായമില്ല, അത് നന്മയുണ്ട്. അതുകൊണ്ടാണല്ലോ ജനിച്ച് 30 ദിവസം പൂർത്തിയായ പൊന്നുമോൻ, ആ പൊന്നുമോന്റെ ഹൃദയ സംബന്ധമായ രോഗം പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്ന് ഡോക്ടർമാര് പറഞ്ഞു, ശ്രീചിത്ര തിരുനാൾ ഹോസ്പിറ്റൽ, SCT ഹോസ്പിറ്റൽ തിരുവനന്തപുരത്ത് പോകണം, പെട്ടെന്ന് പോകണം. എന്താ വേണ്ടത്? ആംബുലൻസ് സംവിധാനത്തിന്റെ സംഘടന പെട്ടെന്ന് ഫേസ്ബുക്കിലൂടെ വാട്സപ്പുകളിലൂടെ കൈമാറി മെസ്സേജ്. എന്താണ്? രാത്രിയിൽ ഇത്ര സമയത്ത് 8:20 പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്ന് കാസർഗോഡുകാരനായ തമീം ആംബുലൻസ് ഓടിക്കും. ആ ആംബുലൻസുമായി പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്ന് 524 കിലോമീറ്റർ താണ്ടിയിട്ട് അങ്ങ് ശ്രീചിത്ര മെഡിക്കൽ കോളേജ്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലുള്ള ശ്രീചിത്ര മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുമെന്ന് അറിയിപ്പ് കൊടുത്തപ്പോൾ മലയാള മണ്ണിന്റെ മനുഷ്യര്, സ്നേഹമുള്ള മനുഷ്യര്, ആ മനുഷ്യരുണ്ടല്ലോ, തമീം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഓടിച്ചു വരുന്ന ആംബുലൻസിന് വഴിമാറി കൊടുത്ത് ആംബുലൻസിന്റെ സംഘടനക്കാര്, അതുപോലെ മറ്റുള്ള നിയമപാലകര്, പോലീസുകാര്, അതുപോലെ തന്നെ നാട്ടുകാരെല്ലാവരും കൂടി പരിശ്രമിച്ചപ്പോ 6 മണിക്കൂർ കൊണ്ടങ്ങ് തിരുവനന്തപുരത്തെത്തി. കണ്ണൂരിൽ നിന്ന് ഫേസ്ബുക്കിലേക്ക് നടക്കുവോ? ഞാൻ വെല്ലുവിളിക്കുക. ഫേസ്ബുക്കും വാട്സപ്പും ഇല്ലാതെ അല്ലെങ്കിൽ ഒരാഴ്ച പത്രത്തിൽ കൊടുക്കണം, എന്നാലും പറ്റൂല. ഒരൊറ്റ കുത്തി കഴിഞ്ഞാൽ ലക്ഷങ്ങളുടെ കയ്യിലെത്തുകയാണ് ആ നിമിഷം. അതാണ് ഫേസ്ബുക്കിന്റെ ഗുണം. ഒരു പ്രസംഗം നല്ല വിഷയമാണ്, ഒരൊറ്റ ക്ലിക്കാ, ഒരൊറ്റ പോക്കാണ്. എങ്ങോട്ടാ പോകുന്നെന്ന് പറയാൻ പറ്റൂല. ഡൊണാൾഡ് ട്രംപ് പോലും അയാൾക്ക് വായിക്കാറിയെങ്കിൽ അത് കിട്ടും അവിടെ. അയാൾക്ക് കേൾക്കാൻ മനസ്സുണ്ടെങ്കിൽ ട്രംപിന് പോലും ഈ പ്രസംഗം കിട്ടും. ഈ സെക്കൻഡില്
എന്താ കാര്യം? അതാണ് സോഷ്യൽ മീഡിയ. അത് നന്മയുടെ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? ചെലവഴിക്കണം. അതിനപ്പുറം ഒരാളെ പറ്റി ആക്ഷേപിച്ചുകൊണ്ട് ഒരു അക്ഷരം പോലും ഇടരുത്, കമന്റ് ചെയ്യരുത്, ഷെയർ ചെയ്യരുത്, ലൈക്ക് ചെയ്യരുത്. ഒരിക്കലും അത് പാടില്ല, ഒരിക്കലും അത് പാടില്ല. എന്നാൽ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇരു ലോകത്ത് നിനക്ക് വട്ടപൂജ്യമാകും. അതുകൊണ്ട് രണ്ടാമത്തെ ഉപദേശം, നാളെ ഒഴിവുകഴിവുകൾ പറയേണ്ടി വരുന്ന ഒരു കാര്യവും നീ പറയാൻ പാടില്ല. ഞാൻ ചുരുക്കുന്നു. മൂന്നാമത്തെ ഉപദേശം, അതിനു മുമ്പ് ഇൻഷാ അല്ലാഹ് ആ മൂന്നാമത്തെ ഉപദേശം ഞാൻ പറയാം. അതിനു മുമ്പ് നമ്മുടെ ഈ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ചെലവുകളുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് ചെലവുകൾ ഉള്ളതാണ്. ഇൻഷാ അല്ലാഹ് ഈ സദസ്സിൽ നിന്ന് അള്ളാഹുവിന്റെ ദീനിനു വേണ്ടിയിട്ടാണ്. എന്റെ ഒരാളൊന്ന് എഴുതിയെടുത്തോളേ, ഒന്ന് എഴുതിയെടുത്തോളെ, അവരുടെ പേരൊന്ന് എഴുതിയെടുത്തോ. ആരും പോകരുത്. ഞാൻ എത്ര മണിക്ക് ഇറങ്ങിയെന്നറിയോ? നിങ്ങൾക്ക് 2 മണിക്കൂർ പ്രസംഗിക്കാൻ. നിങ്ങൾ 2 മിനിറ്റിന് മുമ്പല്ലേ വന്നത്? പരിപാടി തുടങ്ങുന്നതിന് 2 മിനിറ്റ് മുമ്പ് നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഞാൻ ഇന്നലെ എന്റെ നാട്ടില്, എന്റെ ജമാഅത്തില് പരിപാടി ഉണ്ടായിരുന്നു. ആ പരിപാടി കഴിഞ്ഞിട്ട് എന്റെ മഹല്ലത്തിലെ പ്രസംഗം കഴിഞ്ഞ് രാത്രി 1 മണിക്ക് വീട്ടിൽ വന്നു. 4 മണിക്ക് എഴുന്നേറ്റു. അവിടെ നിന്ന് എയർപോർട്ടിൽ പോയി, ഫ്ലൈറ്റിൽ കയറി കോഴിക്കോട് വന്നു. അവിടെ നിന്ന് ടാക്സി വിളിച്ചു, നേരെ റെയിൽവേ സ്റ്റേഷനിൽ വന്നു. അവിടെ നിന്ന് ഇന്റർസിറ്റി കയറി കാസർഗോഡ് കാഞ്ഞങ്ങാട് വന്നു. അവിടെ നിന്ന് ഇവിടെ വന്നു. ഇത്രയും ത്യാഗം ചെയ്ത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നത് 2 മണിക്കൂർ പ്രസംഗിക്കാനാ. നിങ്ങളൊരു 10 മിനിറ്റ് മുമ്പ് ഓടി ഇവിടെ എത്തിയിട്ട് ഞാൻ പിരിവിന്റെ കാര്യം പറയുമ്പോൾ എഴുന്നേറ്റ് കസേരയും കൊണ്ട് ഓടുന്നത് ശരിയായ നടപടിയല്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇരിക്കും, ദുആ ചെയ്തിട്ട് പോവാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിന് നല്ല ചെലവുണ്ട്, ഭാരിച്ച ഉത്തരവാദിത്വമുണ്ട്. നിങ്ങൾക്കറിയാം. വ്യാപകമായി ഞെക്കി ചവിട്ടി പിരിക്കണ്ട എന്ന് സംഘാടകർ പറഞ്ഞിട്ടുമുണ്ട്. അത് ഞാൻ സന്തോഷപൂർവ്വം സ്വീകരിക്കുകയും ചെയ്യുന്നു. അതാണ് നല്ലത്, അതിലാണ് നന്മ. ഇൻഷാ അല്ലാഹ് എങ്കിലും ഈ അനുഗ്രഹീതമായ വേദിയിൽ ഇതിന് ഒരുപാട് ചെലവുകൾ ഉണ്ടാകുമ്പോ ഈ സദസ്സിൽ ഒരു നല്ല സംഭാവന നമുക്ക് കൊടുത്തൂടെ? ഇൻഷാ അല്ലാഹ് അതിന് എത്ര ദിവസം നമുക്ക് അവധി കൊടുക്കാം? പെട്ടെന്ന് അവരിൽ ഉണ്ടാവൂല. ഒരാഴ്ചക്കാ നിങ്ങൾ ഇൻഷാ അല്ലാഹ് കൊടുത്താൽ മതി. ഒരാഴ്ചക്ക് നിങ്ങൾ എത്തിച്ചു കൊടുത്താൽ മതി. ഈ സദസ്സിൽ നിന്ന് ഇൻഷാ അല്ലാഹ് ബിസ്മി ചൊല്ലി, വേറെ ഒന്നും ചിന്തിക്കരുത്. ദീനിന്റെ ദീനിന്റെ ഈ മജ്‌ലിസ് അല്ലേ, എന്റെ റസൂലിന്റെ കാര്യം പറഞ്ഞ മജ്‌ലിസ് അല്ലേ. എന്റെ കയ്യിൽ ഇല്ല, അല്ലെങ്കിൽ ഉണ്ട് എന്നായിരുന്നാലും കുഴപ്പമില്ല. ഒരാഴ്ചക്കുള്ളിൽ ഞാൻ ഇതിന്റെ വിജയത്തിന് വേണ്ടിയിട്ട് കൊടുത്തോളാം. ആഖിറം ലക്ഷ്യമാക്കിയിട്ട് ഒരാൾ എഴുന്നേറ്റ് ഒരു 5000 രൂപ പറഞ്ഞാരാ? ഇൻഷാ അല്ലാഹ് ഒന്ന് എഴുന്നേറ്റ് ധൈര്യമായിട്ട് ഒരാൾ എഴുന്നേക്കിന്. ഇനി ആരൊക്കെ 5 രൂപ കൊടുത്താലും അതിന്റെ പ്രതിഫലം ആദ്യം കൊടുത്ത ആളിന് കിട്ടും. ഒരു സംശയ കാര്യത്തിലില്ല. അൽഹംദുലില്ലാഹ് വിജയിച്ചു. അള്ളാഹു സ്വീകരിക്കട്ടെ. ഇനി ആര് പറഞ്ഞാലും അവർക്കുള്ള പ്രതിഫലം ഒട്ടും കുറയ്ക്കാതെ അള്ളാഹു ആദ്യം പറഞ്ഞ ആ സഹോദരന് കൊടുക്കും. 5000 രൂപ അള്ളാഹുവിനെ കബൂൽ ചെയ്യണേ തമ്പുരാനെ. അർഹമായ പ്രതിഫലം കൊടുക്കണേ നാഥാ. അദ്ദേഹത്തിന്റെ മനസ്സിന്റെ മുറാദുകൾ നിനക്കറിയാൻ നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. ജാരിയായ സ്വതഖയിൽ നീ ഉൾപ്പെടുത്തണേ അല്ലാ. അള്ളാഹു അദ്ദേഹത്തിന്റെ സർവ്വ വിഷമങ്ങളും കുടുംബത്തിന്റെ ബുദ്ധിമുട്ടുകളും എല്ലാം നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. പടച്ചവനെ, കുടുംബത്തിൽ നിന്ന് ആരെല്ലാം മൺമറഞ്ഞിട്ടുണ്ടോ അവർക്കൊക്കെ നീ മഗ്ഫിറത്ത് കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ പടച്ചവൻ, അദ്ദേഹത്തിന്റെ ആ ഹാർട്ട് സംബന്ധമായ രോഗം നീ ശിഫ നൽകണേ റഹ്മാനെ. പരിപൂർണ ശിഫ നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ പടച്ചവനെ, രോഗം നീയാണ് വെച്ചത്, നീയാണ് ഷാഫി അല്ലാ. അല്ലാഹു അദ്ദേഹത്തിന്റെ സർവ്വ ബുദ്ധിമുട്ടുകൾ നീ മാറ്റി കൊടുക്കണേ അല്ലാ. ഒന്ന് പറഞ്ഞേക്ക് ഇൻഷാ അല്ലാഹ് ഈ സദസ്സിലെ ദുആ സ്വീകരിക്കപ്പെടും കൂട്ടരെ. ഒരു സഹോദരി 6666 രൂപ. അല്ലാഹുവേ ആ പെങ്ങളെ നീ ഖബൂൽ ചെയ്യണേ അല്ലാ. സ്വീകരിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ജാരിയായ സ്വതഖയിൽ നീ ഉൾപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ എല്ലാ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും നീ മാറ്റി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളുടെ എണ്ണം അനുസരിച്ച് ഈ നൽകിയ സംഭാവന നീ ഖബൂലാക്കണേ അല്ലാ. ആ സഹോദരിയുടെ കുടുംബത്തിലുള്ള എല്ലാ പൊന്നു മക്കളെയും നീ ഹാഫിലീങ്ങൾ ാക്കണേ അല്ലാ. ആ സഹോദരിക്ക് നല്ല ഈമാനോടുകൂടിയുള്ള മരണം അല്ലാഹുവേ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. ഒന്ന് പറഞ്ഞേ, ഒരു 5000 രൂപ വേഗം പറയാം. 5 ലക്ഷം അല്ല ചോദിച്ച 5000 രൂപ ഇതിന്റെ വിജയത്തിന് വേണ്ടി. ഒന്ന് എഴുന്നേക്ക് ഇൻഷാ അല്ലാഹ്. ആരാ ധൈര്യമായിട്ട് എഴുന്നേറ്റ്? റബ്ബ് തരും. ഒന്ന് എഴുന്നേക്ക്. ആരാ പറഞ്ഞോളി. ഒരു 5000 രൂപ.
പറഞ്ഞോളി. വലുതൊന്നുമല്ല. 2000 നോട്ടും 500 നോട്ടും. പടത്തോന്റെ തൗഫീഖ് കൊണ്ട് കേരളത്തിൽ 1000 നോട്ടില്ല. പറഞ്ഞോളി, ആരാളുള്ളത്? 5000 രൂപ ഒരാഴ്ച സമയം തരും നിങ്ങൾക്ക്. ഒരു സഹോദരൻ 5000 രൂപ മരണപ്പെട്ട ഉപ്പാക്ക് വേണ്ടി ദുആരക്കാൻ. അല്ലാഹുവേ, ആ പ്രിയപ്പെട്ട പിതാവിന്റെ ഖബർ വിശാലമാക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ അദ്ദേഹം സമ്പാദ്യത്തിൽ നിന്ന് സമ്പാദിച്ചതിൽ നിന്ന് ആ പൊന്നുമോന് ഉപ്പാനെ മറക്കാതെ ദാനം ചെയ്തിരിക്കുന്നു, ധർമ്മം ചെയ്തിരിക്കുന്നു അല്ലാ. അല്ലാഹുവേ, ആ ഉപ്പാന്റെ ഖബറിന്റെ ഉള്ളിൽ നീ അനുഗ്രഹങ്ങൾ ഇറക്കി കൊടുക്കണേ അല്ലാ. ഖബർ വിശാലമാക്കണേ അല്ലാ. അല്ലാഹുവേ, സന്തോഷകരമായ അവസ്ഥ ആ സഹോദരന് കുടുംബത്തിനും നീ നൽകണേ അല്ലാ. എല്ലാ ദുഃഖങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റിക്കൊടുക്കണേ അല്ലാ. മാറ്റിക്കൊടുക്കണേ തമ്പുരാനെ. ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ? കൊച്ചു കൊച്ചു സംഭാവന കൊടുത്തോളി. ഇതിന്റെ ചെറിയ കാര്യം. നാളെ ഇൻഷാ അല്ലാ അബ്ദുൽ വഹാബ് നഈമി കൊല്ലം പുണ്യ റബീഇന് സ്വാഗതം. മുത്തുനബിയെ പറ്റിയാണ് ഏറ്റവും കൂടുതൽ എനിക്ക് എന്നല്ല എല്ലാവർക്കും പ്രസംഗിക്കാൻ ഇഷ്ടം നമ്മുടെ ഹബീബിനെ പറ്റിയാണ്, നമ്മുടെ പ്രവാചകനെ പറ്റിയാണ്. അള്ളാഹു നമുക്ക് അവിടുത്തെ ഗുരുത്വം, പൊരുത്തം, സന്തോഷം, സ്നേഹം ഒക്കെ അള്ളാഹു തരട്ടെ. അള്ളാഹുവിന്റെ റസൂലിന്റെ കൈയൊന്ന് പിടിച്ച് സ്വർഗത്തിൽ പോകാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. ഹബീബിനെ ഒന്ന് സ്വപ്നത്തിൽ കാണാൻ അള്ളാഹ് ഭാഗ്യം തരട്ടെ. അതിന് നിയത്താക്കിക്കൊണ്ട് ഒരാൾ 5000 രൂപ കൊടുത്തേ. എന്റെ ഹബീബിനെ ഉറക്കത്തിൽ എനിക്കൊന്ന് സ്വപ്നം കാണണം മരിക്കുന്നതിന് മുമ്പ്. അള്ളാഹുവേ, ഈ സംഭാവന കൊടുക്കുന്നവർക്ക് മരിക്കുന്നതിന് മുമ്പ് പുണ്യ പ്രവാചകനെ ഒന്ന് സ്വപ്നത്തിൽ ദർശിക്കാനുള്ള ഭാഗ്യം കൊടുക്കണേ അല്ലാ. അത് ചില്ലറ കാര്യം ഒന്നുമല്ല. ആരാ? ഒന്ന് എഴുന്നേറ്റേ. ഒന്ന് പറഞ്ഞേ, ആരാ? 5000 രൂപ. എന്റെ ഹബീബിനെ ഒന്ന് സ്വപ്നം കാണണം. കണ്ണും കൂടെ ശരിയാക്കണം. ഇനിയിപ്പോ 5000 രൂപ കൊടുത്ത് കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് 5-6 കൊല്ലം കഴിയുമ്പോൾ എന്നെ ഒന്ന് ഇടിച്ചുകളയല്ലേ നിങ്ങള്. 5000 രൂപ വന്നിട്ട് ഇതുവരെ ഞാൻ സ്വപ്നം കണ്ടില്ല എന്ന് പറഞ്ഞ കണ്ണും കൂടെ വൃത്തിയാക്കണം. ഇൻഷാ അല്ലാഹ്. വെള്ളം കൊണ്ട് കഴുകിയാ പോരാ, കണ്ണുനീര് കൊണ്ട് കഴുകണം. കണ്ണുനീര് കൊണ്ട് കഴുകണം. വെള്ളം കൊണ്ട് കഴുകാൻ എല്ലാവർക്കും കഴിയും. കണ്ണുനീര് കൊണ്ട് നമുക്ക് കണ്ണ് കഴുകണം. ഇൻഷാ അല്ലാഹ് നമുക്ക് നമ്മുടെ ഹബീബിനെ സ്വപ്നം കാണാൻ പറ്റൂ. ഒരാളെന്ന് എഴുന്നേറ്റ്, പ്രവാചക പ്രേമികളിൽപ്പെട്ട ഒരാൾ. ഇൻഷാ അല്ലാഹ് ആരാ? ഒരാൾ ഒന്ന് കൈപൊക്ക്. എനിക്ക് എന്റെ ഹബീബിനെ ഒന്ന് സ്വപ്നം കാണണം. അതിനു വേണ്ടിയിട്ട് ഒന്ന് കൈപൊക്ക്. സഹോദരിമാരുടെ ഭാഗത്തോ സഹോദരങ്ങളുടെ ഭാഗത്തോ ആരെങ്കിലും ഒരാള്, ആരാളൊന്ന് പറഞ്ഞേ. പറയ്. 5000 രൂപ കൊടുക്കാൻ ഇല്ലാത്തോണ്ടാണല്ല, ഹബീബിനെ സ്വപ്നം കാണാൻ ആഗ്രഹം ഇല്ലാത്തോണ്ടല്ല. ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ സഹോദരിമാരുടെ ഭാഗത്ത്? ഒന്ന് ചെന്നേ. അവിടെ എന്താ അവിടുത്തെ വിവരം അറിയാൻ എങ്ങനെ ഒരു മാർഗം? സംഘാടകരുണ്ടോ? പിന്നെ വളണ്ടിയർ ഉണ്ടോ? അള്ളാഹു അനുഗ്രഹിക്കട്ടെ. CP കുഞ്ഞബ്ദുള്ള ഹാജി മരണപ്പെട്ട ഉപ്പ, ഉമ്മ, ഭാര്യയുടെ ഉപ്പ, ഉമ്മ, അവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ 25,000 രൂപ. അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ, പടച്ചവനെ, ആ CP കുഞ്ഞബ്ദുള്ള ഹാജിയുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് പടച്ചവനെ, അവരുടെ ഭാര്യയുടെ മാതാപിതാക്കൾക്കും നീ മഗ്ഫിറത്ത് കൊടുക്കണം റബ്ബേ. അവർ 4 പേരുടെയും ഖബറുകൾ നീ വിശാലമാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ആ ഖബറിൽ സ്വർഗത്തിന്റെ വാതിലുകൾ തുറന്നിട്ട് കൊടുക്കണേ അല്ലാ. സ്വർഗത്തിന്റെ ഭക്ഷണം എത്തിച്ചു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, സ്വർഗീയ പാനീയം എത്തിച്ചു കൊടുക്കണേ അല്ലാ. ആ ഖബറിനകത്ത് എല്ലാ കാരുണ്യവും റഹ്മത്തും നീ ഇറക്കി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, സന്തോഷം ആ ഖബറിൽ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, കുഞ്ഞബ്ദുള്ള ഹാജി എന്ന സഹോദരന്റെ കുടുംബത്തില് അദ്ദേഹത്തിന് രോഗശമനം നൽകണേ അല്ലാ. രോഗങ്ങളിൽ നിന്ന് കാവൽ കൊടുക്കണേ അല്ലാ. എല്ലാ വിഷമങ്ങളും മാറ്റണേ അല്ലാ. ശരീരത്തിന് ആരോഗ്യം നൽകണേ അല്ലാ. സന്തോഷവും സമാധാനവും നൽകണേ അല്ലാ. ഇൻഷാ അല്ലാഹ് ഇനി നാളെ പരിപാടിയുണ്ട്. അതുപോലെ ബഹുമാനനായ മൂരിയാട് ഉസ്താദിന്റെ ദുആയുമുണ്ട്. ഇൻഷാ അല്ലാഹ് അതിനെല്ലാവരും അതിനുവേണ്ടി സഹകരിക്കുകയും ആവശ്യമായ സാമ്പത്തിക സഹായം എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക. അള്ളാഹു ഭാഗ്യം തരട്ടെ. 3ാമത്തെ ഉപദേശം ഞാൻ ചുരുക്കുകയാണ്. 3ാമത്തെ ഉപദേശം, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു,
നാളെ രാവിലെ 9:30 മുതൽ ഈ വേദിയിൽ വെച്ച് അഹല്യ ഫൗണ്ടേഷൻ കണ്ണാശുപത്രിയുമായി സഹകരിച്ച് സൗജന്യ നേത്ര പരിശോധന ക്യാമ്പും രക്തഗ്രൂപ്പ് നിർണയ ക്യാമ്പും നടക്കും. എല്ലാവരും ആവശ്യമുള്ളവരൊക്കെ അതുമായി ബന്ധപ്പെട്ടോടെ. റസൂലുള്ള പറഞ്ഞു, മൂന്നാമത്തെ ഉപദേശമേതാവ് അജ്മീൽ മിമ്മാ ഫീ യദിന്നാസ്. നീ ജനങ്ങളുടെ പോക്കറ്റിലുള്ളതൊന്നും പരീക്ഷിക്കണ്ട. നീ ആളുകളുടെ കീശയിലുള്ള കാശ് പരീക്ഷിക്കണ്ട. ആരിൽ നിന്നും നീ ഒന്നും പരീക്ഷിക്കണ്ട. പൊന്നുമോനെ, നീ ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കണ്ട. 1.25 ലക്ഷത്തോളം വരുന്ന പ്രവാചകന്മാര് അവര് പ്രബോധനം ചെയ്തപ്പോ അവര് ലോകത്തോട് പറഞ്ഞ 2 കാര്യങ്ങളുണ്ട് സഹോദരങ്ങളെ. എല്ലാ പ്രവാചകന്മാരും ഒരുമിച്ച് ഒരേ രീതിയിൽ സംസാരിച്ച 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന് മാത്രം സുജൂദ് ചെയ്യണം. പിന്നെ അത് കൂടാതെ പല പ്രവാചകന്മാരും പലതും പറഞ്ഞു. എന്താ പറഞ്ഞേ? നിങ്ങൾ അളവിലും തൂക്കത്തിലും കുറവ് വരുത്തരുത്. പലരും പല രീതിയിലുള്ള നാട്ടിലെ അക്രമങ്ങൾക്കെതിരെ, അനീതികൾക്കെതിരെ, അരാജകത്വത്തിനെതിരെ, അസത്യത്തിനെതിരെ, അധർമ്മത്തിനെതിരെ ശബ്ദിച്ചു. അതോടൊപ്പം എല്ലാ പ്രവാചകന്മാരും ഒരുപോലെ പറഞ്ഞ 2 കാര്യം. ഒന്ന്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. 2, ലാ അസ്അലുക്കും അലൈഹി അജ്റ. നിങ്ങൾ ഇതെനിക്കൊരു കൂലി വേണ്ട. ജനങ്ങളിൽ നിന്നൊന്നും നമ്മൾ പ്രതീക്ഷിക്കരുത്. മഹാനായ ഹാത്തമുൽ അസ്സമിനോട് അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ ചോദിച്ചു, ഈ ലോകത്ത് രക്ഷപ്പെടണമെങ്കിൽ എന്തൊക്കെ വേണമെന്ന് ചോദിച്ചു. നന്നാകണമെങ്കിൽ എന്തൊക്കെ വേണം? 4 കാര്യം. അത് പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ പ്രസംഗം അവസാനിപ്പിക്കും. 4 കാര്യങ്ങൾ മതി ഈ ലോകത്ത് നമുക്ക് രക്ഷപ്പെടാൻ. ഈ ലോകത്ത് സന്തോഷകരമായ ജീവിതം നയിക്കാൻ 4 കാര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. അതിൽ ഒന്ന്, ലിസലാമതി ദുനിയ ഖിസാലുൻ അർബഉ ഗഫറുൽ ലിജഹലിൽ ഖൗമി മൻഉക തജ്ഹലാ വതകൂന മിൻ സൈബിൽ ഉനാസി ആയിസാ വലിസൈബി നഫ്സിക ലിൽഉനാസി ബാദിലാ. മഹാനായ ഹാത്തമുൽ അസ്സമിനോട് ചോദിക്കുകയാ, എന്താണ് ഈ ലോകത്ത് രക്ഷപ്പെടാനുള്ള മാർഗമെന്ന് ചോദിക്കുമ്പോ മഹാനവറുകൾ പറഞ്ഞു കൊടുക്കുകയാണ്. എന്താ പറഞ്ഞത്? സലാമത്തി ദുനിയാ ഹിസാലുൻ അർബഉ ഗഫറുൽ ലിജഹലിൽ ഖൗമി മൻഉക തജ്ഹലാ. ഈ ലോകത്ത് നന്നാകണമെങ്കിൽ 4 കാര്യം വേണം. ഒന്ന്, ഗഫറുൽ ലിജഹലിൽ ഖൗമി, വിവരം കെട്ട ആളുകൾക്ക് മാപ്പ് കൊടുക്കുക. ആരെങ്കിലും വിവരക്കേട് പറഞ്ഞ, ആരെങ്കിലും വിവരക്കേട് കാണിച്ച മാപ്പ് കൊടുക്കണം. 2, വമൻഉക തജ്ഹലാ, നീ അവരോട് വിവരക്കേട് കാണിക്കരുത്. ആ ജനങ്ങളോട് നിന്റെ വിവരക്കേടുകൾ കൈമാറരുത്. നീ പുകവലിക്കുന്നവനാ, അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കരുത്. നിന്നെ ആരെങ്കിലും ചീത്ത പറഞ്ഞു, നീ അങ്ങ് വിട്ടുകളയണേ, മാപ്പ് നൽകണേ. ഇത് 2 മാത്രമല്ല. മൂന്നാമത്തതോ, വതകൂന മിൻ സൈബിൽ ഉനാസി ആയിസാ വലിസൈബി നഫ്സിക ലിൽഉനാസി ബാദിലാ വതകൂന മിൻ സൈബിൽ ഉനാസി ആയിസാ. ആളുകളിൽ നിന്ന് നീ ഒന്നും പ്രതീക്ഷിക്കരുത്. വലിസൈബി നഫ്സിക ലിൽഉനാസി ബാദിലാ, നീ അങ്ങോട്ട് ആളുകൾക്ക് എന്തെങ്കിലും കൊടുക്കണം. ആളുകളുടെ വിവരക്കേട് നീ മാപ്പാക്കണോ. നീ അവരോട് വിവരക്കേട് കാണിക്കരുത്. അവരിൽ നിന്ന് ഒന്നും നീ പ്രതീക്ഷിക്കരുത്. നീ അവർക്കെല്ലാം കൊടുക്കണം. ഈ 4 കാര്യങ്ങൾ ജീവിതത്തിൽ സൂക്ഷിച്ചാ ഈ ലോകത്തെ വിജയത്തിന് കാരണമാണ് എന്ന് ഹാത്തമുൽ അസ്സം റളിയല്ലാഹു തആല അൻഹു പറയുകയാ. അതുകൊണ്ട് സഹോദരങ്ങളെ, റസൂലുള്ള പറഞ്ഞ 3 ഉപദേശങ്ങൾ. ഒന്ന്, നിസ്കരിക്കുമ്പോൾ ഇത് അവസാനത്തെ നിസ്കാരമാണെന്ന ഭയഭക്തി. രണ്ടാമത്തതോ, നീ ഒരു കാര്യം നാളെ പൊരുത്തം ചോദിക്കേണ്ട സംസാരത്തിലെത്തിക്കരുത്. മൂന്നാമത്തതോ, ആളുകളിൽ നിന്ന് നീ ഒന്നും പ്രതീക്ഷിക്കരുത്. ഇത് 3 പാലിച്ച ഇത് വീട്ടിലും നിനക്ക് ഉന്നതമായ വിജയമുണ്ട് എന്ന് മുഖ്ബിറേ സ്വാദിഖ് മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം